وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ಫಸ್ಟ್ ಇವರು ಅಫ್ವಾ ಕುಟುಂಬ ಸಂವಿಧಾನಕ್ಕೆ ಬರ್ನಗು ಸೌಭಾಗ್ಯ തന്നെ അല്ലാഹുവിനെ ನಾನು സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാ. കഴിഞ്ഞ 11 വർഷത്തിൽ പിന്നെ ഈ ഒരു കുടുംബ സംവിധാനം ആയിട്ടുണ്ട്. ഇതിരെ സ്റ്റാർട്ടാക്കി എനിക്കത്തെ ആളുമാർ ആരെല്ല ഉള്ളാറ്. അതേപോലെ ഇതിരെ ഒരു ഭിത്തിയിട്ട് എനിക്കത്തെ മർഹൂം ഞങ്ങളുടെ മുഹമ്മദ് അലി സാബ് ഇൻ്റെ ഞങ്ങളൊട്ടിക്കില്ല MH അള്ളാഹു അതിലെ കബറിലെ സ്വർഗത്തോപ്പാക്കട്ടെ. അതേപോലെ ഈ ഒരു കുടുംബത്തിൽ ഇന്നിട്ട് ഇതിൻ്റെ അദ്ദാജാർ മർച്ചിത്ത് ഉസ്താദ്, അതേപോലെ ഞങ്ങളുടെ മുഞ്ഞാണ്ട് ഈ ഒരു കുടുംബത്തെ ಹಿರಿಯ ഒരു വ്യക്തി ഇബ്രാഹിം പുത്തുമനാക്ക ഇബ്രാഹിം, അള്ളാഹു അങ്ങനെ എല്ലാവരെ കബർ അള്ളാഹു സ്വർഗത്തോപ്പാക്കട്ടെ. ಇದಕ್ಕಾയിട്ട് പ്രവർത്തിച്ചെങ്കിൽ അള്ളാഹു ബർക്കത്താക്കട്ടെ എന്ന് ദുആർന്നിട്ട് വേദിക്കൽ എൻ്റെ കാര്യക്രമ ഉദ്ഘാടനಕ್ಕೆ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ഉസ്താദ് ഉബൈദുല്ല അഷ്റഫി ബന്ദിയോട് ഉസ്താദ്ಗೆ ನನ್ನ ಪರಿಚಯ ಇಕ್ಕಲೆ. ವೇದಿಕೆಯಲ್ಲ ಎಲ್ಲ ಗಣ್ಯ ಅತಿಥಿಮಾರೆ, ವೇದಿಕೆಯ ಮುನ್ನലുള്ള ಎಲ್ಲ ಸಹೋದರಮಾರೆ ಸಹೋದರಿಮಾರೆ, ಉಸ್ತಾದ್ ಇಪ್ಪ ಸುಮಾರು ವಿಷಯ ಚಂತು ಕುಟುಂಬ ಸಂಬಂಧ ಗಟ್ಟಿಯಾಕೆಂಗಳು ಎಂದರೆಲ್ಲ ಆವುಡು ಚೊಲ್ಲ ವಿಷಯത്തിൽ. അപ്പോൾ ഞാൻ ആ വിഷയത്തികൊണ്ട് പോണ്ടില്ല. അൽഹംദുലില്ലാ. ഉസ്താദ് ഞാനൊരു നാപ്പോ ഫാമിലി ട്രസ്റ്റ് ആക്കിയത്, അഫ്വാ പോലത്തെ നാഫോ ഫാമിലി ട്രസ്റ്റ് ഉദ്ഘാടನೆ അല്ലെങ്കിൽ ಅದರ ಮುಖ್ಯ ಫಸ್ಟ್ ಕ್ಲಾಸ್ ಆಕಿയത് ನಾನಾയിട്ടിക്കಡೆ. അൽഹംദുലില്ലാ. അല്ലാഹു തന്നെ വലിയൊരു ഭാഗ്യമായിട്ടിക്കಡೆ. അപ്പോൾ ഇണ്ട് ഞങ്ങളുടെ അഫ്വാ കുടുംബത്തിൽ ചെമ്മ ടാലന്റ് ഉണ്ട്, നല്ല നല്ല പൊസിഷനിലുള്ള. ഈ ഇൻവിറ്റേഷനിൽ നോക്കിയെങ്കിൽ ഗൊന്തവಳು ഞങ്ങളുടെ മക്കളിൻ്റെ നല്ല പാട്ട് പാടിയാറ്. ഗവൺമെൻറ് ഓഫീസർമാരുള്ളാറ്, CRPF ഉള്ളാറ്, അതേപോലെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉണ്ട്. മാഷാ അല്ലാ. ഗൾഫിൽ നല്ല നല്ല പൊസിഷൻ ഉണ്ട്. ഞങ്ങളുടെ ഇബ്ബാജാരെ മോൻ ഇക്ബാൽ മാഷാ അല്ലാ ഞങ്ങളുടെ ഒട്ടിക്കുണ്ട്. നോക്കുമ്പെല്ല ಖುಷಿಯೋಡು ഇത് ഗവൺമെൻറ് ജോബിലുള്ളാറ്, വലിയ വലിയ പോസ്റ്റൊക്കെ പോയിട്ടാറ്. ഞങ്ങളുടെ നേരെങ്കിടെ ഞങ്ങളുടെ കാസിം സാബ് റിട്ടയർഡ് ആയിത്ത്. അതിൽ CRPFలో നല്ല ഒരു പോസ്റ്റിൽ റിട്ടയർഡ് ആയിത്ത്. അതിലെ മോനു അതിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. അതിലെ മർമോനു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ സബ് ഇൻസ്പെക്ടർ ആയിട്ടുണ്ട്. മാഷാ അല്ലാ. ഇത് നല്ല ഒരു ഡെവലപ്മെൻറ്റ് ഇത്. അപ്പോൾ നക്കൊരാൾ പഞ്ചൊത്ത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ്റെ വിഷയത്തിൽ മുണ്ടോറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ മക്ക ഞങ്ങളുടെ ആസ്തി, ഞങ്ങളുടെ മക്ക ഞങ്ങളുടെ ആസ്തി. അത് ദേശത്തെ ആസ്തി, സമാജത്തെ ആസ്തി, കുടുംബത്തെ ആസ്തി, ഇಡೀ ಜಗತ್ತಿನ ಆಸ್ತಿ. ಆ ಆಸ್ತಿ ಅವನುಂಟು ಹೆಂಗೆ ನಂಗೆ ಅಲ್ಲಾಹರೊಟ್ಟಿಗೆ ದುವಾರಕಡ ರಬ್ಬನ ಆತಿನಾ ಫಿದ್ ದುನ್ಯಾ ಹಸನ ಫಿಲ್ ಆಖಿರತಿ ಹಸನತಂ ವಕಿನಾ ಅದಾಬನ್ನಾರ್. അല്ലാഹുവേ നീ ഞങ്ങളുടെ ദുനിയാവിലും നല്ലാക്ക്, ആഖിറത്തിലും നല്ലാക്ക്. ನಾನು ಚಮ್ಮೆ ಮಕ್ಕಕ್ಕೆ ಚೊಲ್ಲೆವರು ಫಲಕ್ಕಾಯ್ತು ಕಡೆ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഔത്തിൽ കാർഡ് ഏത്? അത് BPL കാർഡ്, പച്ച കാർഡ് BPL കാർഡ്. സർക്കാർ BPL കാർഡ് രംഗ് അരി കൊടുക്കും. ഞങ്ങ പറക്കുമ്പത്തുക്കു ഏത് ഔത്തില്, ഏത് ജാതിയില്, ഏത് ധർമ്മത്തില്, ഏത് ಬಣ್ಣത്തില് ഞങ്ങളുടെ അബ്ബാറ് ഉമ്മാറ് ഞങ്ങളുടെ മൂക്ക് എങ്ങനെ ഇക്കണോ, കണ്ണ് എങ്ങനെ ഇക്കണോ, ബായി എങ്ങനെ ഇക്കണോ, തടി എങ്ങനെ ഇക്കണോ, എത്ര ഉദ്ദ ഇക്കണോ, എത്ര ചന്ത ഇക്കണോ ചെന്നിട്ട് ആപ്ലിക്കേഷൻ ഇടണമെങ്കില്ല. അത് അള്ളാഹുടെ തീരുമാനമായിട്ട്, അത് അള്ളാഹുടെ തീരുമാനം. ബട്ട് ഞങ്ങൾ മരിക്കുമ്പോഴത്തേക്കും ഞങ്ങളുടെ ജീവന എങ്ങനെ പേനിച്ചിരുന്നത് ഞങ്ങളുടെ തീരുമാനം. അത് ഞങ്ങൾ തീരുമാനിക്കും. ഞാൻ മൈക്കാലത്തെ പുത്തൂറ് സവനൂർ ചില റായത്തേക്ക് പോയ അവിടെ ഒരു കാക്ക, അതിലൊരു ചെറിയ ഗൂടങ്ങടി ബസ് സ്റ്റാൻഡിಗೆ മുട്ടനെങ്കിൽ പോയി നോക്കറോ. ಬಸ್ ಸ್ಟ್ಯಾಂಡಿಗೆ ಒತ್ತುಟ್ಟಲ್ಲ ಅವರು ಗೂಡಂಗಡಿ. ಆ ಗೂಡಂಗಡಿ ಉಳ್ಗ ಅವರು 10 ತೊಟ್ಟೆ, ಆ ತೊಟ್ಟೆ ಉಳ್ಗ ஒரு KG ಮೀನು, ಒಣಕ್ಕ ಮೀನು. ഒരു വണക്ക് മീന് ബിക്കടയിലെ 5 മക്കളുടെ സ്റ്റോറി നാച്ചൊന്ന് നിപ്പാട്ടെ. ഒന്നാമത്തെ മോളു ഡെന്റിസ്റ്റ് ഡോക്ടർ,
ആ മോളിലെ മാപ്പിളെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ രണ്ടാളും സിംഗാപ്പൂരിലുള്ളവർ. രണ്ടാമത്തെ മോന് മെക്കാനിക്കൽ എഞ്ചിനീയർ, മൂന്നാമത്തെ മോള് BSc, നാലാമത്തെ മോന് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, അഞ്ചാമത്തെ മോള് ഇപ്പൊ KVG ഡെന്റൽ ഡോക്ടർ പഠിച്ചുകൊണ്ടുണ്ട്. അപ്പൊക്ക് പണിയന്തര ഷാവുൽ ഭായി ഓരോരോ KG തൊട്ട ആ തൊട്ടേടെ ನಾನು ಚಿತ್ರ ಕರ್ತಿಟ್ಟಮ್ಮ ನನ್ನ ಫ್ರೆಂಡ್ ಅಲ್ಲ ಅಸ್ಗರಾಜಿ ഞങ്ങൾ ഡെക്കൻ പ്ലാസ്റ്റ് ഇൻഡസ്ട്രീസ് അതിലേക്ക് ഒരു 5000 രൂപ അപ്പമേ കറത്തി കൊടുത്തു. ആ ഓരോരോ KG തൊട്ടല് ഇടണത്തിൽ തൊട്ട വെളിയാക്കിയിട്ട് മീൻ യാറെ എടുത്തിട്ട് ബാനിയാക്കോറും. ഈ ഒരു KG മീൻ വെച്ചിട്ട് ചെറിയ മീൻ അങ്ങടി വെച്ചിട്ട് 5 മക്കളെ 2 പെണ്ണുമക്ക ഡോക്ടർ 2 ആണുമക്ക എഞ്ചിനീയർ ഒരു മോള് BSc പഠിപ്പാട്ടുണ്ടായെങ്കിൽ ആ അബ്ബ എത്ര ത്യാഗം വന്നിട്ടിക്കും. അതിലെ ഫോക്കസ് ಮಂಗಿಲ ಮೆಹಂದಿ ಚುತ್ತೂರೆ ಸ್ವಂತತ್ತಿಗೆ ಅದು ಬೇನು ಇದು ಬೇನು ಎಲ್ಲத்தையும் ತ್ಯಾಗ ಹಾಕಿಟ್ಟು ಆ ಮಕ್ಕಳ ಫೀಸು ಮಕ್ಕಳ ಎಜುಕೇಷನ್ ಅದಕ್ಕಾയിട്ട് ಪೇರೆಂಟ್ಸ್ ಮೀಟಿಂಗು ಪ್ರತಿಯೊಂದಿಗೂ പോയിട്ട് ಎಲ್ಲ ಇಡೀ ಜೀವನ ತ್ಯಾಗ ಹಾಕಿತ್ತು. ಅಲ್ಹಮ್ದುಲಿಲ್ಲಾ. രണ്ടാമത്തെ കുറി അതേ ചാപ്പല്ല സവനൂർ പള്ളികനൊക്കെ മുന്നാണ്ട് പ്രോഗ്രാം ഇന്നപ്പ കേട്ടെന്നൊക്കെ കാക്കടവർക്ക് നോക്കുന്നുണ്ട്. അപ്പ അങ്ങ ചൊന്നാറ് കാക്ക എവിടെ ഉണ്ട്? കാക്ക റായത്തിലില്ല, കാക്ക സിംഗാപ്പൂരിലുണ്ട്. ആറ് വെളിപ്പാട്ടിടെ മോള് വെളിപ്പാട്ടിടെ വേൾഡ് ബെസ്റ്റ് ക്ലീനസ്റ്റ് സിറ്റി ഏത് കേട്ടെങ്കിൽ സിംഗാപ്പൂർ. കോസ്റ്റ്ലിയസ്റ്റ് സിറ്റി അത്. അങ്ങനത്തെ സിറ്റിയിൽ പോയിട്ട് അയാള് തയ്ക്കറിട്ടായെങ്കിൽ അൽഹംദുലില്ലാ ആ മോൾക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുത്തത് കൊണ്ട് ഞങ്ങളുടെ മക്കൾക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുത്തെങ്കിൽ നാളെ ഇൻഷാ അല്ലാഹ് ഞങ്ങളുടെ മക്കൾക്ക് ഹജ്ജിക്ക് വെളിപ്പാട്ട് വരും, ഉംറത്തേക്ക് വെളിപ്പാട്ട് വരും, മദീനത്തേക്ക് വെളിപ്പാട്ട് വരും, വേറെ വേറെ കൺട്രിക്ക് വെളിപ്പാട്ട് വരും, ഈജിപ്റ്റേക്ക് വെളിപ്പാട്ട് വരും, ജഗത്തിൽ അമേരിക്കത്തേക്ക് വെളിപ്പാട്ട് വരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞങ്ങളുടെ മെയിൻ ഫോക്കസ് മക്കളുടെ എഡ്യൂക്കേഷൻ്റെ മേലായിട്ടിരിക്കണം. ನಾನು ಮುಂಜಾನೆ ಉಮ್ರತ್ತಿಗೆ പോയ മാഷാ അല്ലാഹ് പെഞ്ഞായിരൊട്ടിക്ക് പോണത് അള്ളാഹു രണ്ടാമത്തെ അവകാശം തന്നു. റഫീഖ് മാസ്റ്റർ സമാജത്തിക്ക് ഇത്ര ആക്കുമ്പത്തേക്ക് അല്ല നോക്കിടല്ലേ. അപ്പൊ ನಾನು ಮುಂಜಾನೆ ഉമ്രത്തിക്ക് പോകുമ്പോ നന്റെ പെഞ്ഞായിയുടെ കാലി സൂട്ട് കേസും ഡ്രസ്സ് മാത്രം ഞങ്ങളത്. പിന്നെ പോയിട്ട് വന്നിട്ട് റായത്തിക്ക് ഒപ്പാസ് എത്ര കൊടുത്തു റഫീഖ് മാസ്റ്ററുടെ പോക്കറ്റില് ഒരു പൈസ നക്ക് ചെലവായിട്ടില്ല, എല്ലാം ഒരാൾ കൊടുത്തു. അള്ളാഹു അയാൾക്ക് ബർക്കത്താക്കട്ടെ. അങ്ങനെ ഉമ്രത്ത് പോയപ്പോൾ ഞങ്ങൾ റഫീഖ് ഭായി ഇവിടെ ഉണ്ട്. റഫീഖ് ഭായി മാഷാ അല്ലാഹ് നിങ്ങളുടെ കുടുംബത്തെ ഒരു സദസ്യ, നിങ്ങളുടെ പുതിയാമ്പിളയൽ ഞങ്ങളുടെ ബീജത്തലി സുലൈമാചാര്യ മർമോന് ചൊല്ലും എത്ര സന്തോഷം അവിടെ കേട്ടെങ്കിൽ അള്ളാഹു നിങ്ങളുടെ കുടുംബത്തെ കൊടുത്ത ഒരു വ്യക്തിക്ക് അള്ളാഹ് കൊടുത്ത സ്ഥാന അയാൾ ഉള്ളിൽ ക്ലോക്ക് ടവറിൽ 5 വക്ത് അവിടെ മക്കത്തിൽ വാങ്ങാമത്ത് അയാളെ നിസ്കാര മക്കത്തെ ഹറമുടെ പള്ളിയിലും ഒരു റക്കാത്ത് 1 ലക്ഷം റക്കാത്ത് നിസ്കാരത്തിക്ക് പ്രതിഫലമുള്ള ജാഗ. അപ്പൊ നക്കയിലൊന്നും തന്നിട്ടില്ല, കോಟಿ തന്നു കൊല്ലത്ര വലിയ പൊസിഷനിലില്ലേ. ಅದಕ್ಕೆ ಸಂಸಂ ತನ್ನಿ ತಂತು ಬೆಲೆ ಕೆಟ್ಟನಿಗೂ ಸಾಧ್ಯ ಆಗುತ್ತೆ ತನ್ನಿ. ಆ ಸಂಸಂ ತನ್ನಿ ಕ್ಯಾನಲಿಟ್ಟು ಅಪ್ಪಪ್ಪ ರೂಮಿಗೆ ಅಂತಂದೆ ಕುಡಿಕೋರು. എൻ്റെ പെഞ്ഞായി ഇങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോൾ കയ്യിൽ ഉമ്മ മെല്ലെ നടക്കോറു, ഉമ്മ മെല്ലെ. എൻ്റെ പെഞ്ഞായി എപ്പോഴും ചൊല്ലോണ് കൊണ്ട് മാഷാ അല്ലാഹ് എന്തൊരു അദബു, എന്തൊരു സ്വഭാവ. ഇത് നിങ്ങളുടെ കുടുംബത്തെ ഒരു മുത്തു അള്ളാഹു അയാൾക്ക് കൊടുത്ത ഭാഗ്യം നോക്കൂ. ചെറിയ ശമ്പള, ആ ചെറിയ ശമ്പളം ഇന്നെങ്കിൽ 10 വർഷത്തിൽ പിന്നെ അയാൾ അവിടെ ഉണ്ട്. എന്ത് കേട്ടെങ്കിൽ നക്കു ആ ഹറാമുൽ ആ കാബത്ത് തവാഫാക്കിയിട്ട് കാബത്തെ ലൈവ് കണ്ണ് കൊണ്ടിട്ട് നക്ക് നോക്കിയിട്ട് നിസ്കരിക്കൊണ്ടുകൊള്ള സൗഭാഗ്യ കിർത്തല്ല. ഇത് ಕೋಟಿ ರೂಪಾಯಿ കാണ്ടി വെളിയേണ്ട തന്റെ അയാൾ ചൊന്നു. അള്ളാഹു ഈ സൗഭാഗ്യം എനിക്ക് എല്ലാവർക്കും തരട്ടെ. എൻ്റെ പിസ്സത്തെ സഹോദരന്മാരെ, അതുകൊണ്ടിട്ടു ഞാൻ ഒരു അബ്ബ അയാളൊരു പാരലിസിസ് പേഷ്യൻറ്റ്, പാരലിസിസ് അയാൾക്ക് പക്ഷിവാത്ത ഒരു സൈഡ് ഇല്ല. അയാൾ ഇങ്ങനെ സരി നിൽക്കണകാവില്ല, അയാൾ ഇങ്ങനെ നിൽക്കണേ, അയാൾക്ക് 2 നിമിഷം നിൽക്കണകാവില്ല. അയാൾ ഗഞ്ചിമട്ട ചൊല്ല ഒരു പെട്രോൾ പമ്പിൽ, ഗഞ്ചിമട്ട ചൊല്ല റായത്തിൽ ഒരു പെട്രോൾ പമ്പിൽ അയാൾക്ക് പെട്രോൾ നിറക്കണകാവില്ല. ഗണ്ണിങ്ങനെ പിടിച്ചിട്ട് ഒത്ര ശക്തി അയാളെ കൈകില്ല. അപ്പൊ എന്താക്കിത്ത അയാൾ മാസത്തേക്ക് 4 ടയറിന്റെ ചുറ്റു വന്നിട്ട് അയാൾക്ക് ടയർക്ക് കാത്തിട്ട പണി. അയാൾക്ക് 2 പെണ്ണ് വെക്കണം. വലിയ മോളു ഇണ്ട് കസ്തൂർബ മെഡിക്കൽ കോളേജ്, ഇന്ത്യത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിക്കൽ കോളേജിൽ MBBS. രണ്ടാമത്തെ മോളു ഞാൻ തനിക്ക് സീറ്റായ കണച്ചൂർ മെഡിക്കൽ കോളേജിൽ MBBS. 2 മക്കൾക്കും ഗവൺമെന്റ് സീറ്റ് അൽഹംദുലില്ലാ. അപ്പൊ ആ 2 മക്ക ഉണ്ട് മെഡിക്കൽ പഠിച്ചോണ്ടുള്ളാറ്. അപ്പൊ നിങ്ങൾ കേക്കുവാറ് ನಾನು ಎಲ್ಲೊಟ್ಟಿಗೆ ಕೇಟೆ ಮಾಸಿಯತ್ತಿಗೆ എന്താക്കില്ല ನಾನು ടയർക്ക് കാത്തിട്ടെ. അപ്പൊ നിങ്ങളുടെ ഫീസ് എങ്ങനെ കെട്ടിയത് കേൾക്കുമ്പോൾ അയാൾ ചൊല്ല എന്റെ പെട്രോൾ പമ്പിന്റെ ഓണർ അയാളുടെ പേര് ആദിത്യ പൂഞ്ച 2,50,000 KMCക്ക് കൊണ്ടുപോയിട്ട് കെട്ടിയ ഈ ആദിത്യ പൂഞ്ച ചൊല്ലെ ഹിന്ദു സഹോദരൻ.
രണ്ടാമത്തെ മോൾക്ക് ഞാൻ ജനറലാക്കി 81,000 ഫീസ് കിട്ടണിന്ത് അത്രയും കൊണ്ടേറ്റ് ഫസ്റ്റ് കെറ്റിയേ ഇതേ ആദിത്യ പൂഞ്ച ചൊല്ല ഹിന്ദു സഹോദരൻ നിങ്ങൾ ചൊല്ലേ സൗഹാർദ്ദത്തെ ഇല്ല അതില്ല ഇതില്ല അതിരെ ഈ ദേശത്തിൽ ഒടയനുക്ക് അത്ര സുലഭ സാധ്യയില്ല അള്ളാഹു അതിനെ നിലനിർത്തിട്ട് ഈ സൗഹാർദ്ദത്തിൽ അള്ളാഹു നിലനിർത്തിട്ട് ഞങ്ങൾ ഹിന്ദു മുസ്ലിം ക്രൈസ്ത ഭാരതാമ്പയ്യ മക്കൾ ചൊല്ലല്ലേ അതേപോലെ പിർസത്തിൽ അന്യോന്യത്തിൽ സഹോദരത്തിൽ തന്നി കേട്ടെങ്കിൽ പാല് കൊടുക്കണു പാല് കേട്ടെങ്കിൽ അമൃത കൊടുക്കണു ಬೇನಾಯಪ್ಪ ಚಾರ ಕೊಡ್ಕೊನು ಏನು ಬೇನೆಂಗೆ ಸೌಹಾರ್ದತೆಗೋಸ್ಕರ ಪ್ರಾಣ ഞങ്ങളുടെ ಜೀವತಮೇ കൊടുക്കണം അങ്ങനത്തെ വ്യക്തിത്വം ഞങ്ങൾ ആയെങ്കിൽ ഞങ്ങളുടെ ആർക്കും എന്തു ആക്കാൻ സാധ്യല്ല രണ്ട് മക്കളുണ്ട് MBBS അബ്ബടെ കയ്യിൽ കാത്തിൻ്റെ യന്ത്ര മെഷീൻ ആ കാത്തിൻ്റെ പൈപ്പിൽ നിങ്ങൾ മക്കളുടെ കയ്യിൽ ടെത്തസ്കോപ്പ് ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ എന്തരാക്കാം ഞാൻ ಏನೂರು ಘಟನೆ ചൊന്ന ನಾನು ಇಪ್ಪಾಟ್ರೆ ನಾನು ಸೆಮ್ಮೆ ಸಹೋದರಿಮಾರುಲ್ಲ എൻ്റെ മുട്ട ഒരു ചെറുക്ക ആഫിൽ അയാൾ PUC പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഫോണാക്കിയിട്ട് PUC പഠിച്ചിട്ട് സാറ് എൻ്റെ പേര് മുനവർ എൻ്റെ റായ അഡ്ഡൂരു എനിക്കൊരു പൈലറ്റ് ആവണം എന്തിനാ പഠിച്ചുകൊണ്ടുള്ളത് PUC കോമേഴ്സ് അപ്പോൾ ನಾನು ചൊന്നേ PUC കോമേഴ്സ് ആയെങ്കിൽ ആവില്ലേ PUC നിങ്ങൾ സയൻസ് പഠിക്കണം ഫിസിക്സ് മാത്സ് പഠിക്കണം 60% മാർക്ക് എടുക്കണം ഇയാൾ 80% NIOS ഓപ്പൺ സ്കൂളിൽ പോയിട്ട് പഠിച്ചിട്ട് NIOS പഠിച്ചിട്ട് 80% മാർക്ക് എടുത്തിട്ട് സ്പെയിനുക്ക് പോകണമെങ്കിൽ എല്ലാം റെഡി ആയിട്ട് കൊറോണ ബന്ത് അങ്ങനെ ഒരു നാൾ 65 ലക്ഷം രൂപ ആവണം എൻ്റെ ഔത്തുക്ക് വന്നിട്ട് ബിൽച്ചെ വേറെ ഔത്തുകൊണ്ട് ബണ്ട ചൊന്ത് ബന്ത് ഞാൻ കേട്ടെ മുനവർ 65 ലക്ഷം രൂപ ആവണല്ലേ ഇത് നിങ്ങൾക്ക് സാധ്യമാണ് ഇത് നിങ്ങൾക്ക് സാധ്യമാ ಅಂತ കേൾക്കുമ്പോൾ ആ ചെറുക്ക നന്റെ ഫസ്റ്റ് ഫ്ലോറ് കീഴ് ഗ്രൗണ്ടിಗೆ കൂട്ടി വയ്ത്ത് ഒരു 11 ಗಂಟೆ ടൈമു ഇങ്ങനെ സൂര്യത്തെ കാട്ടിട്ട് കേട്ട് അതെന്തരേണ്ട അത് സൂര്യ സർ സരീ നോക്കൊരു പില്ലറുണ്ടാണ്ട് സൂര്യത്തേക്ക് പില്ലറുണ്ട മുണഞ്ഞി സൂര്യത്തേക്ക് പില്ലറുണ്ട ഒരു പില്ലറുണ്ട അല്ലാഹു ഒരു ബല്ലിലാങ്കതിരെ കെട്ടിട ഇല്ലല്ലേ അതിക്ക് എന്തെങ്കിലും ഒരു ആധാരമുണ്ട് സൂര്യത്തേക്ക് പില്ലറുണ്ട് ഇല്ല ನಾನು ಇನ್ನದಲ್ಲ ಮುಂಜಾಂಡು ಸಾಗರಕ್ಕೆ പോയപ്പോൾ ഒരു പ്രിൻസിപ്പാൾ കിട്ടി PU സയൻസ് കോളേജ് അയാൾ ഈ ടെലിസ്കോപ്പ് എല്ലാം വെച്ചിട്ട് അയാൾ കാട്ടും അയാൾക്ക് അതൊരു ഹോബി അയാൾ വലിയ സയൻസ് ഇതിരെ ആസ്ട്രോണമിയിൽ വലിയ ഉഷാറായാലും വലിയ അവാർഡെല്ലാം കിട്ടിയിട്ട് ഇന്റർനാഷണൽ അവാർഡ് കിട്ടിയിട്ട് അപ്പോൾ അയാൾക്ക് ഇങ്ങനെ ചൊത്തു ನಾನು ಮುಂಜಾನೆ ഇങ്ങനെ വെച്ച് ടെലിസ്കോപ്പ് എല്ലാം വെച്ചിട്ട് നോക്കുമ്പോൾ സാറ്റർണിന്റെ റിംഗ് കാണും സാറ്റർണി എന്നെങ്കിൽ ശനി ആ ശനിയുടെ ഒരു റിംഗ് ഉണ്ട് ഇങ്ങനെ റിംഗ് മോതിര അത് കാണും അപ്പൊ അത് നോക്കിയിട്ട് മക്ക നോക്കി ചൊന്നറില്ല ഇത്രയും ഇതിരേ നോക്കിയേണ്ടു അതിൽ ചൊന്ന അത് എത്ര ദൂരത്തിലുണ്ട് കേട്ടെങ്കിൽ 70 ಕೋಟಿ കിലോമീറ്റർ ദൂരത്തിലുണ്ട് ഇത് ഗ്രഹ ഇത് പ്ലാനറ്റ് ആയിട്ട് നക്ഷത്ര എത്ര ദൂരത്തിലുണ്ട് ഈ ലോകത്തിലുള്ള ഞങ്ങൾ ഈ ഭൂമിയിലുള്ള ഈ ഭൂമി ഒരു ഗಂಟೆಗೆ 1800 കിലോമീറ്റർ സ്പീഡിൽ പോയിട്ടുണ്ട് ചുറ്റിയോണ്ടുണ്ട് ഇങ്ങനെ തിരിഞ്ഞോണ്ടുണ്ട് 1800 ഒരു സെക്കൻഡ് മീത്ത് ഭൂമി തിരിയുന്നത് നിന്റെ എന്തരാവും അങ്ങനെ അധ്യക്ഷർ കൂടെക്കല്ല അവിടെ ഫാറം കൂടെ കുട്ടികൾക്ക് എടുത്ത് വലിച്ചേരുവൻ ഇങ്ങനെ 1800 കിലോമീറ്റർ സ്പീഡിൽ ഈ ഭൂമി തിരിഞ്ഞോണ്ടുണ്ട് അതേപോലെ എല്ലാ നക്ഷത്രങ്ങൾ തിരിഞ്ഞോണ്ടുണ്ട് സൗരവ്യൂഹ ഈ സോലാർ സിസ്റ്റം എന്തിനുണ്ട് അതെല്ലാം ഒരു സ്പീഡിൽ തിരിഞ്ഞോണ്ടുണ്ട് ഇതൊക്കെ സ്റ്റോപ്പില്ല സ്പീഡ് യാറും ആവില്ല കൊറോടിയും ആവില്ല ഈ ചെറുക്കൻ തന്നോട്ടേക്ക് കേക്കിടെ ആഫിലായ ചെറുക്ക സാർ സറി നോക്കൊരു പില്ലറുണ്ടാ എന്നാ ചൊന്ന ഇല്ല റഫീഖ് മാസ്റ്റർ ആറ് ഞങ്ങളുടെ പഠിച്ച അള്ളാഹു ആറ് ചൊല്ലേക്ക് ഒരു എക്സാമ്പിൾ നാ ചൊന്നെ റഫീഖ് മാസ്റ്റർക്ക് ഈ പേപ്പറിൽ എന്ത് ദിന്നേക്കു 2 ഗ്രാമിക്കു 1 ഗ്രാം 2 ഗ്രാം ഉസ്താദ് ഇതിലിപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ട് കയ്യിലെ കീല് പുട്ടെങ്കിൽ അത് കീല് പൊള്ളു ഇതിനെനക്ക് ഒരു കാത്തിലു കൂടെ നിപ്പാട്ടൊനക്ക് സപ്പോർട്ട് ഇല്ലാണ്ട് നിപ്പാട്ടൊനക്ക് ആവാത്ത ഒരു സാമാന്യ വ്യക്തി ನಾನು ഒരു സാമാന്യ വ്യക്തി എൻ്റെ പവർ അത്ര അല്ലാറ് കേട്ടെങ്കിൽ ഈ സൗരവ്യൂഹത്തിലുള്ള സോലാർ സിസ്റ്റമിലുള്ള യൂണിവേഴ്സിലുള്ള ഇത്രായിരം ബില്യൺ നക്ഷത്രത്തെ ബില്യൺ ഇതങ്ങനെ ഉള്ള പ്ലാനറ്റ്സ് എന്തുണ്ട് ഗ്രഹ എന്തുണ്ട് ഇതിലെ എല്ലാத்தையும் ഒരേ ഒരു സപ്പോർട്ട് ഇല്ലാണ്ട് നിപ്പാട്ടിയാൽ ഒരു സപ്പോർട്ടും ഇല്ല ഒരു പില്ലർ ഇല്ലാണ്ട് നിപ്പാട്ടിയാൽ
അതുകൊണ്ട് അള്ളാഹുടെ ಬಗ್ಗೆ ഒരു പഠിക്കണോണ്ട് അങ്ങ് കാലി ആകാശം നോക്കി അങ്ങ് മീയോ, കാലിനങ്ങനെ തടി നോക്കി അങ്ങ് മീയോ. നിങ്ങൾ കുടിക്കുന്ന ജ്യൂസ് മാംഗോ ജ്യൂസ് ഏത് കളറുണ്ട്? ഏത് കളർ? മാംഗോ ജ്യൂസ് മഞ്ഞൾ കളർ, ആപ്പിൾ ജ്യൂസ് വൈറ്റ് കളർ, ദാലിംബ ജ്യൂസ് പർപ്പിൾ കളർ, ഓറഞ്ച് ജ്യൂസ് ഓറഞ്ച് കളർ, പൈനാപ്പിൾ ജ്യൂസ് ഏത് കളർ? പൈനാപ്പിൾ ജ്യൂസ് ഏത് കളർ? യെല്ലോ കളർ. കുടിക്കുന്ന ജ്യൂസ് എല്ലാം ಬೇರೆ ಬೇರೆ ಕಲರ್, ಬಟ್ ಮೂತ್ರ ഒരേ കളർ. അത് ಬೇರೆ ಬೇರೆ ಕಲರ್ ആയിട്ട് പോകണ്ടേ? കുടിച്ചത് ಬೇರೆ ಬೇರೆ പശിരാച്ച് എങ്ങനെ ಬೇರೆ 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 ಕಲರ್ അല്ലേ? ಬೇರೆ ಬೇರೆ ಕಲರ್ മൂത്ര പോകണ്ടേ? ഞങ്ങളുടെ ഔത്തിൽ ಇಂಡ್ ಫಿಲ್ಟ್ರೇಷನ್ ಸಿಸ್ಟಮ್ ಬಂತು. ಅಕ್ವಾಗಾರ್ಡ್ ಬೇರೆ ಬೇರೆ ಕಂಪನಿ ಬಂದು എങ്ങനത്തെ തന്നിട്ടെങ്കിൽ ചന്ത ക്ലിയർ ആയിട്ട് ಬಂದು. അതേപോലെ അള്ളാഹു ആദം നബി അലൈഹി ഇസ്ലാമിനെ പടക്കുമ്പോഴത്തേക്ക് ഈ ഫിൽട്രേഷൻ സിസ്റ്റം ഇവിടെ പഠിച്ച അള്ളാഹു. ലോകത്തിൽ കോസ്റ്റ്ലി കാറുണ്ട്, റോൾസ് റോയ്സിക്കു, ബുഗാട്ടിക്കു, അല്ലെങ്കിൽ ഫെറാറി, ലാംബോർഗിനി, ഇങ്ങനത്തെ വളരെ കോസ്റ്റ്ലി കാറുണ്ട്. ಅದು ಕೂಡ ನಿಂಗೆ ಕಂಟಿನ್ಯೂಸ್ ಆയിട്ട് ರನ್ ಹಾಕೋ ಸಾಧ್ಯವಾಗಲ್ಲ. ಅದಕ್ಕೆ ರೆಸ್ಟ್ ವೇನು, ರೆಸ್ಟ್ ವೇಂಡ ಅಲ್ಲೇ ಕಂಟಿನ್ಯೂಸ್ ಓಡಾಟಂಗ ಇಂಜಿನ್ ಎಂದಾವು ಸೀಸ್ ಆವು, ಬಾಯ್ಲ್ ಆವು, ಇಂಜಿನ್ ಸೀಸ್ ಆವು. 50 ಕೋಟಿ 100 ಕೋಟಿ ರೂಪಾಯಿ കാറും റെസ്റ്റ് വേണം. ഒരു കിടാവു ഉമ്മയുടെ ഭയത്തിൽ എപ്പ ജീവ ബണ്ട ഹാർട്ട് സ്റ്റാർട്ട് അടിക്കോ സ്റ്റാർട്ട് അവിടെ ഇനി 80 ವರ್ಷ 90 ವರ್ಷ 100 ವರ್ಷ. ನಾನು ಮುಂಜಾನೆ ಹೊರಾಯಲೆಲ್ಲ ಕಣಕು ಕೂಟಿಯ ಕಣಕಾಕೋರು ഒരു ಸೆಕೆಂಡ್ಗೆ ഒരു ನಿಮಿಷತ್ತಿಗೆ 70 ಜನ ಓಟ, ഒരു ಗಂಟೆಗೆ ಎತ್ತರ ಇತ್ತು, ഒരു നാളുಗೆ ಎತ್ತರ ಇತ್ತು, നിങ്ങളുടെ ഇത്ര ആയുസിಗೆ എത്ര ഇತ್ತು കണക്ക് കൂട്ടുമ്പോ 200 ಕೋಟಿ ಓಟ ಅಡಿಚಿರ ಹಾರ್ಟ್. എത്ര 200 ಕೋಟಿ ಓಟ ಈ ಹಾರ್ಟ್ ಲಬ್ ಡಬ್ ಲಬ್ ಡಬ್ ಲಬ್ ಡಬ್ ಲಬ್ ಡಬ್. കാറുക്ക് 10,000 കിലോമീറ്റർക്ക് സർവീസ് ആക്കണം, ಇಂಜಿನ್ ಆಯಿಲ್ ಚೇಂಜ್ ಹಾಕೋಣ. ಲತೀಫ್ ಸರ್, ಮನುಷ್ಯರ ಹಾರ್ಟ್ಗೆ ಎಪ್ಪೋ ಇಂಜಿನ್ ಆಯಿಲ್ ಚೇಂಜ್ ಹಾಕೋ ಇಲ್ಲ, സർവീസ് ಹಾಕೋಣಿಗಿಲ್ಲ. ഇങ്ങനത്തെ അദ്ഭുതമായ ഒരു വസ്തു അള്ളാഹു ഞങ്ങളുടെ ഹൃദയ ചൊല്ലെ വസ്തു അള്ളാഹു ഉണ്ടാക്കിയത്. അപ്പൊ അള്ളാഹുടെ ಬಗ್ಗೆ പഠിക്കൊണ്ടുണ്ടായെങ്കിൽ ನಾನು മുഞ്ഞാണ്ട് ആ സയന്റിസ്റ്റ് അയാൾ ചൊല്ലു, ನಾನು അയാൾ ചൊന്നെ ನನ್ನ ಪ್ರಿನ್ಸಿಪಾಲ್, ನಾನು ಇಸ್ರೋത്തെ ഒരു ಪ್ರೊಫೆಸರ್ ರೌತಲು ನಾನು ಇನ್ನೆ അയാൾ സുബൈക്ക് 3:30 ಗಂಟೆಗೆ ನಿಂತಿರು. സുബൈക്ക് 3:30 ಗಂಟೆಗೆ ಎಂಚಿಟ್ಟು 8:30 ಗಂಟೆ ಚೋಲ ಜೋರು അങ്ങടെ ധർമ്മത്തെ പ്രാർത്ഥന ആക്കണല്ലോ ജോറ്. അപ്പൊ അയാൾക്ക് അത്ര ഒരു ദൈവഭക്തി പറഞ്ഞു. കാരണം എന്താ കേട്ടെങ്കിൽ അയാൾ ആകാശത്തെല്ലാം നോക്കിക്കൊണ്ടുണ്ട്. അയാൾ ആകാശത്തെ നോക്കണേ. അയാൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, ഇത് മനുഷ്യനക്ക് ഉണ്ടാക്കണമെങ്കിൽ സാധ്യമില്ല. നിങ്ങൊന്തിക്കും ന്യൂട്ടൺ കൊന്തനല്ലേ ഭാരി വലിയ സയന്റിസ്റ്റ്. അതിൽ ഒരു നാൾ എന്താക്കിയത് കേട്ടെങ്കിൽ ആ കാലത്തിൽ 1500 ഇസവിയിൽ അപ്പൊ ഭൂമിയുടെ കൽപ്പനയില്ല. ಭೂಮಿ എങ്ങനെ ನಿಂತು ಭೂಮಿ ಚಪ್ಪಟ್ಟೆ ನಿಂತು, ಸೂರ್ಯನ ಸುತ್ತ ಭೂಮಿ ತಿರುಗುವುದಲ್ಲ, ಭೂಮಿಯ ಸುತ್ತ ಸೂರ್ಯ ತಿರುಗುವುದು ಎಲ್ಲ ಕಲ್ಪನೆ ಅಂತ. ಈ ನವಗ್ರಹ ಈ ಸಿಸ್ಟಮ್ ಅಪ್ಪ ಇಲ್ಲ ಅಂತ ಅಪ್ಪ എന്താക്കിയത് ഒരു മോഡൽ ആക്കിತ್ತು. സൂര്യ ಅದರ ಸುತ್ತ ഇങ്ങനെ ಸುತ್ತು ಬಂದು ನಿಂತಿತ್ತು, ಭೂಮಿ ಬುಧ ಗುರು ಶುಕ್ರ ಎಲ್ಲ ഒരു മോഡൽ ആക്കിತ್ತು, ഒരു മോഡൽ. ಆದ್ರೆ ഒരു നാസ്തിക വന്നിട്ട് ഒരു സയന്റിസ്റ്റ് ಬಂದು നോക്കിയിട്ട് മാഷാ അല്ലാ ഭാരി ചന്തുണ്ട് ചൊന്തു ഇത് ആറാക്കിടെ കേട്ടു. അപ്പൊ അതിൽ ചൊന്തു ಇದಕ್ಕೆ ಕ್ರಿಯೇಟರ್ ಇಲ್ಲ ಅಂತ, ಇದು ತೊಂಡಲಾಯಿದೆ, ಇದು ಸ್ವಯಂ ಆಯದು ഒരു മോഡൽ. ಇದಕ್ಕೆ ಕ್ರಿಯೇಟರ್ ಇಲ್ಲ, ಇದು ಸ್ವಯಂ ಆಯದು ചൊല്ലുമ്പോഴത്തേക്ക് ആ വിജ്ഞാനി ചൊന്തു ಅದು ಸಾಧ್ಯ ಇಲ್ಲ, ಅದು ಸಾಧ್ಯವೇ ಇಲ್ಲ, ಇದಕ್కొരു ಕ್ರಿಯೇಟರ್ ಬೇನೆ. ಅಪ್ಪ ನಾಸ್ತಿಕ ವಿಜ್ಞಾನಿಯೊಟ್ಟಿಗೆ ಹೇಳಿ ಚೊಂತು ಇದು മോഡൽ ಅದು ರಿಯಲ್. ಆಕಾಶ ಕಾಟಿ ಚೊಂತು ಇದು മോഡൽ ಅದು ರಿಯಲ್. ಈ മോഡൽ ಮೇ ಹಾಕೋಣಕ್ಕೆ ഒരു ಕ್ರಿಯೇಟರ್ ಬೇನುಂಟಾയെങ്കിൽ ആ റിയൽ ಹಾಕೋಣಕ್ಕೆ ഒരു ക്രിയേറ്റർ ಬೇನല്ലേ അവനായിട്ടിക്കട അല്ലാഹു. അവൻ എൻ്റെ പിസത്തെ സഹോദരന്മാർ, ആ ചെറുക്കൻ തന്നെ കാട്ടിട്ട് കേട്ട് ഒരു പലക്കുണ്ട്. ഞങ്ങളുടെ മക്കൾക്ക് പഠിപ്പാട്ടനായത് സാർ ಪಿಲ್ಲರ್ ಇಲ್ಲ ಅಂಟು ಸೂರ್ಯത്തെ ಮೇ ನಿಪ್ಪಾಟಿ ಅಲ್ಲಾಹು ನಂಡೆ ഒരു പൈലറ്റ് ആക്കണം കാവില്ലേ. ನನ್ನ മുടിയെಲ್ಲ കുത്തനിക്കട് ನನ್ನ ಅನುಭವ. ಪಿಲ್ಲರ್ ಇಲ್ಲ ಅಂಟು ಸೂರ್ಯ ನಿಪ್ಪಾಟಿ ಅಲ್ಲಾಹುಗೂ ನಂಡೆ ഒരു പൈലറ്റ് ആക്കണം കാവില്ലേ. തക്കുവ നോക്കൂ അല്ലാഹുടെ മേലെ തവക്കൽ. ചെറുക്ക വന്നിട്ട് ഒല്ലിവായിച്ച് ഇറങ്ങില്ല, അബ്ബടെ കൂട്ടിയോണ്ട് 2 ഫ്രണ്ട്സുമാരെ കൂട്ടിയോണ്ട് ഒരു കാർ ആക്കിയിട്ട് മൈക്കാലത്ത് പോയിട്ട് ബാംഗ്ലൂർ എല്ലാ പൈസക്കാരെ മുട്ട പോയിട്ട് ഇന്ത്യത്തിൽ ഫസ്റ്റ് ആഫിൽ നാണ് പൈലറ്റ് അവിടെ.
ಇಂಡಿಯಾದಲ್ಲಿ ಪೈಲಟ್ ಉಳ್ಳಾರ ಬಟ್ ಆ ಫೀಲ್ ನಾನು ಫಸ್ಟ್ ಪೈಲಟ್ ಆಗಿ ಅಂಟುಲ್ಲೆ ನಕ್ಕ ನಿಂಗೆ ಸಪೋರ್ಟ್ ಹಾಕೋರು ಎಲ್ಲರೂ ಕೊಡ್ತಾರೆ 1 ಲಾಕ್ ಜಂಡು ಲಾಕ್ ಕೊಡ್ತಿಟ್ಟು ಅಲ್ಹಮ್ದುಲಿಲ್ಲ 20 ಜಂಡು ಲಾಕ್ ರೂಪಾಯಿ ಕಲೆಕ್ಷನ್ ಆಯ್ತು 15 ಲಾಕ್ ರೂಪಾಯಿ ಎಲ್ಲ ಹಬ್ಬ ಇಟ್ಟಿತ್ತು ಇಂದು ಸೌತ್ ಆಫ್ರಿಕത്തിൽ പൈലറ്റ് ട്രെയിനിങ് ആയിട്ടുണ്ട് ക്ലാസ്സിൽ ടോപ്പർ മാഷാ അല്ലാ ಇನ್ನೊಂದು 8 ತಿಂಗಳ ಕೋರ್ಸ್ ಒಂದು ಮುನ್ನಾನು ಫೀಸ್ ಕಟ್ಟೋನು 20 ಲಾಕ್ ಬಾಕಿ ಇತ್ತು 8 ಲಾಕ್ ರೂಪಾಯಿ ಹಾಕಿ ಕೊಡ್ತಿತ್ತು ಲವ್ ಸ್ವೀಕರಿಕಟ್ಟು സഹായിച്ചെങ്കിൽ ലവ് സഹായിക്കട്ടു അപ്പൊ ഞാൻ ഇല്ലൽ കേട്ട മുനവർ നിങ്ങൾ പൈലറ്റ് അവിടേക്ക് എന്തൊരു വ്യത്യാസ ഒരു ഡിഫറൻസ് വേനല്ലേ നിങ്ങൾ പൈലറ്റ് അവിടേക്ക് ഒരു യുണീക്നെസ് വേനല്ലേ അപ്പൊ അതിൽ ചൊന്തു ನಾನು പൈലറ്റ് ആയെങ്കിൽ ബിസ്മി ചൊന്നിട്ടു ಇಂಜಿನ್ ಸ್ಟಾರ್ಟ್ ಆಗುವ ಜಿಕ್ರ್ ಸಫರ್ ಜಿಕ್ರ್ ಚೊന്നിಟ್ಟು ನಾನು ರನ್ವೇಲು ಮೂವ್ ಹಾಕುವೆ ಅಲ್ಲಾಹುಡೆ ಕುರ್ಆನ್ ಓದಿ ಉಂಟು 5 ಗಂಟೆ 6 ಗಂಟೆ 8 ಗಂಟೆ ಸಫರ್ ಹಾಕುವೆ ಅಂಟು ಇದಾಯ್ತು ಕಡೆ ವ್ಯತ್ಯಾಸ ಅಂದೆ ಪ್ಯಾಸೆಂಜರ್ಗಾಗಿ ಇದ್ರೆ ಬರ್ಕತ್ತು ಕಿಟ್ಟು ಉಂಟು ಸರಿಯಲ್ಲೇ ಎಸ್ ಅದಕ್ಕೂ ನಾನೇ ಉಮ್ಮಮ್ಮ ಮಕ್ಕಗೆ ചെറിയ മക്കൾക്ക് കിനാവ് ഇക്കട് ಡಾಕ್ಟರ್ ಅವನು ಇಂಜಿನಿಯರ್ ಅವನು ಟೀಚರ್ ಅವನು ಜಡ್ಜ್ ಅವನು ಸೈಂಟಿಸ್ಟ್ ಅವನು IIT ಹಾಕೋನು IITಗೆ പോನು ಏಮ್ಸ್ಗೆ പോನು ಆಲಿಮ ಅವನು ಆಫೀಸ್ ಅವನು ನಾನು KIC ಸ್ಥಾಪನೆಗೆ പോയിട്ടുണ്ട് KIC കുമ്ര ഒരു കിടവട്ടിಗೆ ഇന്നത്തെ പോലെ കിടവത് കേട്ട നിങ്ങൾക്ക് എന്തിനാ അവನು ಬಿಲ್ಚಿಟ್ಟು ನಕ್ಕ ಮಕ್ಕತ್ತೆ ಇಮಾಮ್ ಅವನು ಚಂತ ಮಕ್ಕತ್ತೆ ಇಮಾಮ್ ಬಾರಿ ಖುಷಿ ಆಯ್ತು ನಕ್ಕ ಮಕ್ಕತ್ತೆ ಇಮಾಮ್ അങ്ങനെ ആത്തൂർ സിക്ർ അൽക്കത്ത് വന്നപ്പോൾ ഒരു കിടാവ് വന്ന് എന്നെ ഗട്ടി അരുകി പിടിച്ചു സാർ ഞാൻ ആരും കൊണ്ട കേട്ടു നക്ക് അന്തജായില്ല ഡെയിലി എത്രമോ മക്കളെ നോക്കിക്കൊണ്ടിരിക്കരല്ല അന്തജായില്ല അങ്ങനെ ആ ചെറുക്ക ചൊന്തു സാർ ನಾನು മക്കത്തെ ഇമാമു ഹക്ക് അല്ലാഹുടെ പള്ളിയിലെതിൽ ഞാൻ ചൊല്ലി പൽക്കവരയുടെ ആ ചെറുക്കൻ എൻ്റെ അടുത്തേക്ക് ചൊല്ലി ನಾನು മക്കത്തെ ഇമാമു ആ ചെറുക്ക ഫിക്സ് ആയിട്ടായിട്ട് അല്ലാഹു മക്കത്തെ ഇമാമാക്കട്ടെ വലിയൊരു ഇമാമാക്കട്ടെ മാഷാ അല്ലാഹ് ನನ್ನ ಪ್ರಿಸತ್ತ സഹോദരിമാർ അപ്പൊ ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങ കൊടുക്കണ ബെസ്റ്റ് ഗിഫ്റ്റ് ഏത് കേട്ടെങ്കിൽ അങ്ങക്ക് നല്ല ചോറ് അതെല്ലാം കൊടുക്കണു നല്ല ചോറ് ಎಲ್ಲ ഞങ്ങ കൊടുക്കണു സച്ചിൻ തെണ്ടുൽക്കർ ನಿಂಗೆ ಗೊಂತಿಕ್ಕು ಎತ್ತರ ಕೋಟಿ ರೂಪಾಯಿ ತೆಂಡೂಲ್ಕರ್ മോലെ ഒരു നാൾ ടിഫിൻ വിട്ട് വന്ന കിടാവ് ചെറിയ കിടാവ് ടിഫിൻ വിട്ട് വന്നിട്ടാകുമ്പോ തെണ്ടുൽക്കർക്ക് ഇതൊരു ബലി വിഷയമാ ഇപ്പൊ ഞങ്ങളുടെ ഒത്തൊരു കിടാവ് ടിഫിൻ വിട്ട് വന്നെങ്കിൽ ഞങ്ങൾ എന്താക്കും അത്ര സീരിയസ് ആയിട്ട് എടുക്കുക പോയും പോട്ടില്ല എന്നൊന്ന് കൊണ്ടുവരാണ് ജയിക്കല്ലേ എത്ര കോടി രൂപ ഉണ്ട് 1000 കോടി മേലുണ്ട് എങ്ങനെ ತೆಂಡೂಲ್ಕರ್ರೆ ಪೆഞ്ഞായി ಟೀಚರ್ಗೆ ಫೋನ್ ಹಾಕಿ ನನ್ನ ಮೋಲು ಬುತ್ತಿ ಬಿಟ್ಟು ಬಂದ್ರಲ್ಲ ಟಿಫಿನ್ ಬಾಕ್ಸ್ ನಕ್ಕ ಬೇನು ನಾಳೆಗೆ ಆ ಕಿಡೋಡೊಟ್ಟಿಗೆ ನಿಂಗೆ ಕಟ್ತೋನು ಅಂಟು ರಿಕ್ವೆಸ್ಟ್ ಹಾಕಿರಂಟ ಹೆಂಗಲ್ ಇಂಟರ್ವ್ಯೂ ಹಾಕಿದಂಗೆ ಕೇಟಾರು ಅಲ್ಲ ಮೇಡಮ್ ನಿಂಗೆ ಇತ್ತರ ಕೋಟಿ ಸಂಪತ್ತಿಕ್ಕಂಬ ಆ ಒಂದು ಟಿಫಿನ್ ಬೇದ ನಿಂಗೆ ಎಂದ ಹತ್ತರ ಇದಂತ ಕೇಳ್ಕೊಂಬ ಐಮ ಚೊಂತು ನಾನು ഒരു വേല ನನ್ನ ಮೋಲು ಇಂಡು ಟಿಫಿನ್ ಬಿಟ್ಟು ಬಂದಿದ್ರೆ ನಾನು ಓರ್ಮೆ ಹಾಕಿ ನಾಳೆ ಟಿಫಿನ್ ಬಿಲ್ ಪಾಟಿಲ್ಲಂಗಿಲ್ಲ ಆ ಕಿಡಾವುಗದ ಆದತ್ತಾಯಿ ಆ ಕಿಡಾವುಗ ಆ ಟಿಫಿನ್ ಬೆಲೆ ಗೊಂತಾವನು ಅದರ ಪೆರಲುಲ್ಲ ಅದರ ಶಕ್ತಿ ಅದಕ್ಕೆ ಪೆರಲುಲ್ಲ ಅದರ ಬೆಲೆ ಉಂಟು ಅದಕ್ಕೆ ಒಂದು ವ್ಯಾಲ್ಯೂ ಉಂಟಲ್ಲಿ ಆ ವ್ಯಾಲ್ಯೂ ಆ ಕಿಡಾವುಗೂ ಗೊಂತಾವನು ಅದಕ್ಕೋಸ್ಕರ ನಾನು ಬೆಳಿಪಾಟಿದೆ ಅಂತ ನಾನು ಮುಂಜಾನೆ ತೆಂಡೂಲ್ಕರ್ ಏನೊಂದು ಕೇಟೆ ತೆಂಡೂಲ್ಕರ್ರೆ ಮೋನು ಹಬ್ಬದೊಟ್ಟಿಗೆ ಕೇಕಡೆ ಹಬ್ಬ ನಕ್ಕ ಲ್ಯಾಂಬೋರ್ಗಿನಿ ಕಾರು ವೇಣು ಹಬ್ಬ ಕೇಕಡೆ ಮೋನೊಟ್ಟಿಗೆ ಎಂದಿಗೂ ಮೋನೆ ನಕ್ಕ ಕ್ರಿಕೆಟ್ ಪ್ರಾಕ್ಟೀಸ್ ಪೋನು ಅರ್ಜುನ್ ತೆಂಡೂಲ್ಕರ್ അപ്പൊ അബ്ബ ചൊല്ലു ഓക്കെ എന്തുക നിക്ക് അല്ല നണ്ടൊട്ടിക്ക് ബാക്കിയിടങ്ങ് ನನ್ನ ഫ്രണ്ട്സുമാരെಲ್ಲ ಬೆಲೆ ಬೆಲೆ ಕಾಸ್ಟ್ಲಿ ಕಾರಲ್ಲಿ ಬಂಡಾರು ಅಪ್ಪ ನಕ್ಕು ಆ ಕಾರು ಬೇನು ಅನ್ನು ചൊല്ലുമ്പത്തുക്ക് അബ്ബ ചൊല്ലു ഓക്കെ നാനിക്ക് കാറ് തന്റെ തെല്ല് നണ്ടൊട്ടിಗೆ ಬಾ ಅಂತ അങ്ങനെ അബ്ബ ഒരു റായത്തുക്ക് ഒരു ഏരിയത്തെ കുട്ടി പോയിട്ട് ഒരു പലേ അക അവിടെ നിപ്പാട്ടി ചൊല്ലു ഇവിടെ തെല്ലുനാറ നില്ലുണ്ട് ഈ അക നോക്കുണ്ട് എബേ ഇവിടെ ഭയങ്കര ഗന്ധ ചൊന്നെ ഒരു ബാഡ് സ്മെൽ ഒരു ബടക്ക് സ്മെല്ല് കൂടെ പണ്ട് ഊടാറ് തേക്കുവാറ് അപ്പ അബ്ബ ചൊല്ലെ മോനെ നന്റെ കരിയർ ആരംഭായിടമേ ഊയി ജാഗിയല് നന്റെ ലൈഫ് നന്റെ കരിയർ ആരംഭായിടെ സ്റ്റാർട്ട് ആയിടമേ ഈ ജാഗിയല് ಅಪ್ಪ ನಿಕ್ಕೆ ಸಕ್ಸಸ್ ಆವನಿಗೆ ಬೇನಾಯದು ಲ್ಯಾಂಬೋರ್ಗಿನಿ ಕಾರಲ್ಲ ಫೆರಾರಿ ಕಾರಲ್ಲ ಸಕ್ಸಸ್ ಆವನಿಗೆ ಬೇನಾಯದು ಅಂದ್ರೆ ಸಕ್ಸಸ್ಗೆ ಎಪ್ಪೊಂದು ಜಂಡು ಬೇನು ಮಕ್ಕಗೆ ಒಟ್ಟು ನಂಗೆ ಒಟ್ಟು ಸಕ್ಸಸ್ಗೆ ಬೇನುವಾಯದು ಜಂಡೆ ಒಂದು ತಲೆಯಲ್ಲಿ ಹುಚ್ಚು ಹೃದಯದಲ್ಲಿ ಕಿಚ್ಚು ಜನ ಅಂದ್ರೆ ಬೆಂಕಿ ಕಿಚ್ಚು ಜೊಂದಂಗೆ ಬೆಂಕಿ ಹೃದಯದಲ್ಲಿ ಕಿಚ್ಚು ತಲೆಯಲ್ಲಿ ಅಂದ್ರೆ ಹುಚ್ಚು ಇರಬೇಕು ಇಂಡಿಪ ನಗರ ಮಕ್ಕಳ ಕೈಲು ಏದರ ಹುಚ್ಚು ಉಂಟು ಮೊಬೈಲ್ಡೆ ಹುಚ್ಚು
ലവ് ഒലിമ്പം ക്ലാസ്സിലെ മക്കൾക്ക് ലവ് ഉണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. 10ാം ക്ലാസ്സിലെ പെണ്ണുമക്കൾ, 6ാം ക്ലാസ്സിലെ മക്കൾക്ക് ലവ് ഉണ്ട്. അതൊരു ഗെയിം, അത് സീരിയസ് അല്ല മുഹമ്മദ് കുഞ്ഞി സാബ്, അത് സീരിയസ് അല്ല ഉസ്താദ്. അങ്ങനെ ഒരു ഗെയിം. എന്താ നിക്കൊരു ചെറുക്ക നക്കൊരു ചെറുക്ക, നീ അവൻ്റെ ലവ് ആക്ക്, ഞാൻ അവൻ്റെ ലവ് ആക്കട്ടെ. അതൊരു ഗെയിം, തമാശ. അത്തരം ಅಲ್ಲಾಹು ಕಾತು ರಕ್ಷಿಕಟ್ಟು. ಅವ ಮಕ್ಕಳಿಗೆ ತಲೆಯಲ್ಲಿ ಹುಚ್ಚಿರ್ಬೇಕಾದ್ದು ಮೊಬೈಲ್ ಇದಲ್ಲ, ಪುಸ್ತಕ ಓದು. ಮಕ್ಕ ಪಡಿಕೋಣ ಇನ್ಶಾ ಅಲ್ಲಾಹ್. അതുകൊണ്ടിട്ടു ನನ್ನ ಎಲ್ಲ ಉಮ್ಮಮಾರ್ ಪರೀಕ್ಷೆ ಮುಟ್ಟ ಬಂತು. ಏನು ನಂಗಡೆ ಫೋಕಸ್ ಮಂಗಿಲ, ಮೆಹಂದಿ, ಹಳದಿ, ತಾಳ, ದಾವತ್, ಬಿರುಂದು ഇതിലെത്ര ഞങ്ങൾ കൊറോടിയാക്കട അത്ര ഞങ്ങളുടെ കമ്മ്യൂണിറ്റി മേലെ പോകുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. മങ്ങില എത്ര സരളാവട്ടെ, ഒരു നാളത്തെ മങ്ങില തീരട്ടെ ഇൻഷാ അല്ലാഹ്. ഞങ്ങൾ ദുആർക്കോ ഞങ്ങൾ എത്ര ഞങ്ങൾ അത്ര സരളാക്കട അത്ര ഞങ്ങളുടെ കൗമുടെ ഫോക്കസ് മേലെ പോകുന്നു. ഞങ്ങളുടെ കുറിയ ബാലക്കാര മಕ್ಕಳ ഞങ്ങളുടെ നോക്കറ മാഷാ അല്ലാഹ്. ഞങ്ങളുടെ ಬಡ್ಡಮೆ ಸಿರಾಜ್ ಆ ಕಡೆ ಮೋನು ಎವಡೆ ಉಳ್ಳೆ ಕಮಾಲ್ ಬಾಯಿಡೆ ಮೋನು. ಇಪ್ಪ ಕಮಾಲ್ ಬಾಯಿ ಚೊಂದನೊಟ್ಟಿಗೆ ಮಾಷಾ ಅಲ್ಲಾ. ಎವಡೆ ಉಳ್ಳೆ ಕಮಾಲ್ ಬಾಯಿಡೆ ಮೋನು ಪುಣೆಲುಳ್ಳೆ ಏಡೆ നോക്കറ പെട്രോളിയം എഞ്ചിനീയറിംഗ് അല്ലേ? മാഷാ നോക്കറ 3ാമത്തെ വർഷം. ಬಡ್ಡಮೆ ಸಿರಾಜ್ ಬಾಯಿ ಚಮ್ಮ್ಯಾಲ ಮರಿക്കുವಾರು. ಎಸ್ ನೋಕೋ ಮಾಷಾ ಅಲ್ಲ ನೋಕೋ. ನಾನು ಏನು ಬಾಗಿರಂಗ ಬೇಜಾರಾಕಣ್ಣ ಎಲ್ಲ ಚೊಂತಿ വന്നിട്ട് ಎಲ್ಲರ ಮಕ್ಕಗೂ ಪಡಿಕೊಳ್ಳಲು ಅವಕಾಶ ಉಂಟು. അതുകൊണ്ട് പഠിപ്പാട്ടൊരു മക്കകിരട്ടിಗೆ നിങ്ങൾ ಬಂಗಾರ ಬಗ್ಗೆ ಆಲೋಚನೆ ಹಾಕಂಡ ನೋಕರು ഇവിടെ പെങ്ങമാർ നാച്ചോളുടെ ഒരു ആയിഷ ഒരു ഫാത്തിമ. ആയിഷയുടെ അബ്ബ ഉഷാർ മോണോഞ്ഞി എന്താക്കി കുഞ്ഞുമനാക്ക അയലെന്താക്കിത്ത് 18 വയസ്സാകുമ്പത്തു ചീറ്റ് വേണ്ട നിപ്പാട്ടെ. 18 ವಯಸ್ಸಾಗುತ್ತಿಗೂ ಎಂದಾಕಿತ್ತು നല്ല ಅನುಕೂಲ, നല്ല കാറ് ಬಂಗಾರ 100 ಪೌನ್ ಇಟ್ಟಿಟ್ಟು ಮಂಗಿಲಾಕಿ ಕೊಡ್ತಿತ್ತು. ಫಾತಿಮയുടെ ಹಬ್ಬ ಪಾವತ್ತೆ ഒരു ಕೂಲಿ പണി. ಫಾತಿಮ ಪಡಿಕೊಂಡು ಹುಷಾರು PUC ಆಯ್ಕೊಟ್ಲೆ ಹಬ್ಬ ಚೊಂತು ನೀ ಎಂದ್ರ ಆ ಕಡೆ ಮೊಲೆ ನಕ್ಕ ಪಡಿಕೊಂಡು ಹಬ್ಬ ಅಪ್ಪ ನೀ ಪಡಿக்கிறೇಂಗ ನಿನ್ನೊಟ್ಟಿಗೆ ನಾನು ಇಕ್ಕಡೆ ಸಹಾಯ ಆ ಕಡೆ ನಿನ್ನೊಟ್ಟಿಗೆ ನಾನು ഒരു ಶಕ್ತಿ ಆಯ್ತು ನಿಕ್ಕಡೆ ಒಂದು ಹಬ್ಬ ನಿಂದಿತ್ತು. ಆ ಮೌಲು ಪಡಿಚಿತ್ತು, ಡಿಗ್ರಿ ಆಯ್ತು. ಡಿಗ್ರಿ ಆಯ್ತು UPSCಗೆ ಕೋಚಿಂಗ್ ಇರ್ತಿತ್ತು. ಅಲ್ಹಮ್ದುಲಿಲ್ಲಾ ಆ ಪೆಣ್ಣು ಪಡಿಚಿತ್ತು. UPSC ಎಕ್ಸಾಮ್ ಇಲ್ತಿತ್ತು. IAS ಆಯ್ತು. ഫാത്തിമയുടെ മേലെ ഒരു ഇത്ര ബംഗാറും ഇല്ല, ഒരു ഇത്ര ബംഗാറില്ല ഫാത്തിമയുടെ മേലെ. ബട്ട് ഫാത്തിമയുടെ പേര് എന്തിനുണ്ട്? IAS ഉണ്ട്. ഞങ്ങളുടെ ഇന്ത്യ ഇപ്പൊ അഫ്വാ ഫാമിലി 2 മക്ക, ഫാത്തിമം പിന്നൊന്നാറ് ആയിഷ. ആയിഷക്ക് ಬಂಗಾರು കാറ് എല്ലാം ഉണ്ട് ಬಂಡೆ. ഫാത്തിമനൊട്ടിക്ക് ഒരു ഇത്ര ಬಂಗಾರಿಲ್ಲ. ഫാത്തിമ IAS ಅಂತ ಎಲ್ದಿಟ್ಟು ಬಂಡೆ പേര് ಎದುರು IAS ഉണ്ട്. நாங்கள் நீங்கள் ஒட்டிக்கே கேட்குவோம். நீங்கள் போயிட்டு ஃபர்ஸ்ட்டுக்கு ஆரை வெல்கம் ஆக்குவார். ஆரை ஆக்குவார்? ಫಾತಿಮನೆ ಹಾಕುವಾರ, ಆಯಿಷಾ IAS ಹಾಕುವಾರ, ಅಲ್ಲ ಇದ್ರ ಹಾಕುವಾರ? ಆರೆ ಹಾಕುವಾರ? IAS. ಮಾಷಾ. നിങ്ങൾ ഇടീ അഫ്വ കുടുംബത്തങ്ങ മൈക്കാലത്തെ പിടിച്ച് ഊർത്തോല IAS ആക്കിയെങ്കിൽ അവിടെ ഫ്ലക്സ് ഇടുവാർ. ഇടലേ. അതായിട്ട് ഇവിടെ അക്ഷരത്തുക്കുള്ള പവർ. IAS, KAS, തഹസിൽദാർ ഇൻഷാ അല്ലാഹ്. ನೋಕೋ ನಂಗಡೆ ಶಾಹುಲ್ ಬೈ ಅಮಿತ್ ಬೈ ನೋಕೋ ಖುಷಿ ಅವಡು ಮಾಷಾ. ಎಲ್ಲ ಬ್ಯಾಂಗ್ಳೂರು ಈ ಪ್ರೋಗ್ರಾಮಿಗೋಸ್ಕರ ಬಂದೆ. ನೋಕೋ ಕುಟುಂಬത്തെ ಮೇಲೆ ഒരു പിർസ അല്ലാഹു ബർക്കത്ത് ആക്കട്ടെ. ഞങ്ങളുടെ സ്ഥാനത്തിൽ അല്ലാഹു എന്ന് ഉന്നതി കൊടുക്കട്ടെ മാഷാ. അതിൽ ചതിപ്പെടണ്ട. അവിടെ അയല മോണു അയല മേത്താക്കിയിട്ട് കഷ്ട വന്നിട്ട് സുബൈകഞ്ചു ഓതിര് റിസ്ക് എടുത്തിട്ട് ലൈഫിൽ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഇത്ര പൊസിഷനൊക്കെ എടുത്ത് അതിൽ ആരും നഞ്ചി നിറക്ക കാട്ടണ്ട, ಖುಷಿ ಪಡೋರು. ನಾನು ಇನ್ನೊಂದು ಸ್ಟೋರಿ ಚಂದ ನಿಪ್ಪಾಟ್ರೆ ಇನ್ಶಾ ಅಲ್ಲಾ. ഞങ്ങളുടെ ചിക്കമംഗ്ലൂരിൽ ഒരു റായ ഉണ്ട്, കടൂർ, ചിക്കമംഗ്ലൂർ, ആൽദൂർ, മോസ്റ്റ്ലി ആൽദൂര കടൂര. അതിലൊരു ചെറിയൊരു മെഡിക്കൽ ഷോപ്പ് ഉണ്ടായിരുന്നു. അതിലൊരു മോന്, ആ മോന് അതിലെ പേര് ആവേശ് അഹമ്മദ്. അതിൽ പഠിച്ചിട്ട് ബിർള, ഇവിടെ രാജസ്ഥാൻ ബിർള പഠിച്ചിട്ട്. അതിൽ പഠിച്ചിട്ട് എവിടെ കമ്പനിക്ക് ഫൈലേ കൊടുത്തിട്ടില്ല, അതിലെ ബയോഡാറ്റ കൊടുത്തിട്ടില്ല. 23 വയസ്സിಗೆ ಸ್ವಂತ ಕಂಪನಿ ಓಪನ್ ಆಕಿತ್ತು. ಇಂದು ನೀವು ನೋಕರು 23 ವಯಸ್ಸಿಗೆ ಸ್ವಂತ ಕಂಪನಿ ಓಪನ್ ಆಕಿತ್ತು. ಅದರ പേരായിട്ട് ഫിക്സൽ സ്പേസ്. ഇടീ ഇന്ത്യത്തിൽ ഏത് സാറ്റലൈറ്റും, ഉദാഹരണം ചന്ദ്രയാന അല്ലെങ്കിൽ ഫസ്റ്റ് സാറ്റലൈറ്റ് ഏത് ഇന്ത്യത്തിൽ? ഫസ്റ്റ് സാറ്റലൈറ്റ് ഏത്? ഏതില്ലേ? ಆರ್ಯಭಟ, ಶಾಕುಂತಲ, ಬೇರೆ ಬೇರೆ ಸ್ಯಾಟಲೈಟ್ ಉಂಟು. ರೋಹಿಣಿ, ಮುಂಜಾನೆ പോയത് ചന്ദ്രയാന. എത്ര ചന്ദ്രയാന? എത്ര ഞാൻ പോയി? 3.
ಇದು ಎಲ್ಲ ಲಾಂಚ್ ಆಕಡೆ ಇಸ್ರೋ ಐಟಿಕಡೆ ಇಂಡಿಯನ್ ಸ್ಪೇಸ್ ರಿಸರ್ಚ್ ಆರ್ಗನೈಸೇಷನ್. ಈ ಚರ್ಕ ಕಂಡುಬಿಡ್ತಿರೇ ಒಂದು ಪ್ರೈವೇಟ್ ಸ್ಯಾಟಲೈಟ್ ಲಾಂಚಿಂಗ್ ಕಂಪನಿ. 23 ವರ್ಷದ ಚರ್ಕ ಫಿಕ್ಸಲ್ ಸ್ಪೇಸ್ ಕಂಪನಿ ತಯಾರಾಕಿತ್ತು. ಶಾಕುಂತಲಾ ಚೊಲ್ಲೆ ಒಂದು ಪ್ರೈವೇಟ್ ಸ್ಯಾಟಲೈಟ್ ಯಶಸ್ವಿಯಾയിട്ട് ಲಾಂಚ್ ಆಕಿತ್ತು. ಇಂಡು ಅಯಲ್ ಉಲ್ಲೆ ಚಿಕ್ಕಮಂಗ್ಳೂರ ಚೆರ್ಕ ಆರೊಟ್ಟಿಗೆ ವರ್ಕ್ ಹಾಕಿದ ಕೇಟಂಗಳು ವರ್ಲ್ಡ್ ರಿಚೆಸ್ಟ್ ಮ್ಯಾನ್ ಅಯ್ಯ ಪೇರಂದ್ರೆ ಎಲಾನ್ ಮಸ್ಕ್. ವರ್ಲ್ಡ್ ರಿಚೆಸ್ಟ್ ಮ್ಯಾನ್ ಎಲಾನ್ ಮಸ್ಕ್ ಒಟ್ಟಿಗೆ ವರ್ಕ್ ಹಾಕಿಂಡುಳ್ಳೆ ಈ 23 ವಯಸ್ಸಿನ ಚೆರ್ಕ ಅವೇಶ್ ಅಹ್ಮದ್. ഞങ്ങളുടെ ഇന്ത്യത്തെ പ്രൈം മിനിസ്റ്റർ സന്മാന്യ നരേന്ദ്ര മോദിജി ഫോൺ ആക്കിട്ട് ആവേശ് അഹമ്മദ് കൺഗ്രാജുലേഷൻ ചൊല്ലു. ഇന്ത്യത്തെ പ്രൈം മിനിസ്റ്റർ ഫോൺ ആക്കടെ, റഫീഖ് മാസ്റ്റർ ഫോൺ ആക്കിയതല്ല, ഇന്ത്യത്തെ പ്രൈം മിനിസ്റ്റർ സച്ച് എ ബിസി മാൻ ഫോൺ ആക്കിയിട്ട് ഒരു കോമൺ ചെറുക്കനക്ക് ഫോൺ ആക്കിയിട്ട് കൺഗ്രാജുലേഷൻ ചൊല്ലുന്നുണ്ടെങ്കിൽ ഈ ചെറുക്കടെ സാധന എത്ര വലിയതായിട്ട്. ഞാൻ ഞങ്ങളുടെ ഇന്ത്യത്തെ പ്രൈം മിനിസ്റ്റർ US പോയിട്ട് വൈറ്റ് ഹൗസ് പോയപ്പോ ദിസ് ബോയ് വാസ് ഓൾസോ ഇൻവൈറ്റഡ് ടു ദ കോൺഫറൻസ്. US വൈറ്റ് ഹൗസിൽ നടന്ന കോൺഫറൻസ് ಕೂಡ ആവേശ് അഹമ്മദ് ചൊല്ല ഈ ചെറുക്കനക്ക് ഇൻവിറ്റേഷൻ ಇಂತಿಂಟೆಂಗಲ್ ನಂಗೆ ಆಲೋಚನೆ ಹಾಕೋರು ഞങ്ങളുടെ ಮಕ್ಕಳಿಗೆ ಎತ್ತರ ಟ್ಯಾಲೆಂಟ್ ಉಂಟು. ಇದರ ಕರೆಕ್ಟ್ ಯೂಟಿಲೈಸ್ ಹಾಕೊಂಡು ಮಕ್ಕಳ ಕೈಗೆ ಬುಕ್ ಕೊಡ್ಕೋರು, ಮಕ್ಕಳಿಗೆ ಕಿನಾವು ಕೊಡ್ಕೋರು. ಆ ಕಿನಾವೊಟ್ಟಿಗೆ ನಂಗೆ ನಿಕ್ಕೋರು ಚೊಂದಿಟ್ಟು ಫಾದರ್ ಲೈಟರ್ ಉಂಡೆಂಗಲ್ಲ ഉണ്ട. ആ ഇതൊന്ന് കാട്ടി ഞാൻ നിപ്പാട്ടെ. തന്നെ ഒരു തന്നിന്റെ ഗ്ലാസ് തരും, ഗ്ലാസ് കാലി ഗ്ലാസ് പാട്ടെ ഒരു ഗ്ലാസ് എടുത്ത ഒരു ഗ്ലാസ് പാട്ടെ പാട്ടയോ കത്ര തന്നെ ആ ഗ്ലാസോ ആദ്മയോ തന്നെയുണ്ട്. ഓക്കെ നോക്കൂ ഇതെന്തേ തീ ಅಲ್ಲೇ തീ. ಇದು ಲೈಟರ್, ಇದ್ರೊಳಗೆ തീ ಉಂಡು. ಈ ಲೈಟರ್ ಒಳಗೆ തീ ಉಂಡು. നോക്കൂ എത്ര തീ ഉണ്ട് നോക്കൂ. ഇങ്ങനെ കത്തുറുത ഇതേപോലെ ഞങ്ങളുടെ എല്ലാവരുടെ ಒಳಗೆ ഒരു തീ ಉಂಡು. ಎಂದ್ರ തീ ಸರ್? ಮಕ್ಕಗೆ IAS ಅವನು, ಡಾಕ್ಟರ್ ಅವನು, ಇಂಜಿನಿಯರ್ ಅವನು, ಟೀಚರ್ ಅವನು, ಆಲಿಮ್ ಅವನು, ಹಾಫೀಸ್ ಅವನು, ಮಕ್ಕತ್ತ ಇಮಾಮ್ ಅವನು, ಮದೀನತ್ತ ಇಮಾಮ್ ಅವನು ಚೊಲ್ಲನಿಕೆ തീ ಅಫ್ವಾ ಕುಟುಂಬത്തെ ಪ್ರತಿಯೊಬ್ಬರು ಕಿಡಾವಲು ಉಂಡು. ಅದು LKG ಮಕ್ಕಳ ವೇನೆಗೆ ನಿಂಗೆ ಕೇಕೋರು ಆ ಮಕ್ಕಳು ಗೊಂತಿಕ್ಕ അങ്ങനെ ഉൾഗത്തൊരു തീ നക്കെന്തെങ്കിലും ആവണം. ಅದು ಉಸ್ತಾದಿಗೂ ಉಂಡು, ನಿಂಗೂ ಉಂಡು, ನಿಂಗೂ ಉಂಡು. ಉಲ್ಗತ್ತೊರು തീ ಅಂದ್ರೆ ಜ್ಯೋತಿ ಬೆಳಕು ಅಂದ್ರೆ ಈ ಅಫ್ವತೆ ನಲ್ಲೆ ರೂಪത്തിൽ ಕುಣವನುಂಟು ಪ್ರತಿವರ್ತನಕ್ಕೆ ಈ തീ ഇപ്പ എന്തിനാവൂ നോക്ക് ഞങ്ങളുടെ മക്കളുടെ കൈക്ക് നോക്കറി ഇപ്പൊ തീ എന്തല്ലേ ಎಲ್ಲ ಫ್ಯಾನ್ ಆಫ್ ಹಾಕೋರು. പിന്നെ ഞങ്ങളുടെ മക്കൾക്കുണ്ട് പഠിക്കണമെങ്കിൽ ಎಷ್ಟು ಪ್ರಾಬ್ಲಮ್ ಆಕಡೆ ಅಂದ್ರೆ ಚಲೋರು ಪೇರೆಂಟ್ಸ್ ಎಂದ್ರೆ ಚಲೋರು ಗಟ್ಟಿ ಚಲೋರು പേടിക്കണ്ട. ಮೊಬೈಲ್ ಕೊಡ್ತಿರನಂಗಮೇ ಆದರೆ ಇಪ್ಪ ಎಡ್ತಂದು ನನಗೆ ಭಾರಿ ಕಷ್ಟ ಜಾವಿಡಿ ವರಂಗಲ್ಲ ಮಕ್ಕ ಅಲ್ಲ ಜಾವು ಪೋಲು ಜಾವಾಯಿಡು ഞാൻ ഒളിമ്പം ക്ലാസ്സിൽ ಶಾಲೆಗೆ പോവാത്ത ഒരു ಹಬ್ಬ ಅವರು മോണ്ടെ കുട്ടിയോണ്ട് ಹಬ್ಬ ಬಂತು. ಉಮ್ಮ ಟೆನ್ಷನ್ ಹಾಕಿಕೊಂಡು ಜಾವು ಒಲಿಂಬ ಗಂಟೆಗೆ ಮೊಬೈಲ್ ಪುಡ್ಚೆಂಗಳು ಬಸಿರ್ ಚಾಚಾ ಆ ಮೊಬೈಲ್ ವಾಪಸ್ ಕೊಡುಕ್ರೆ ಸುಬೇ ಒಲಿಂಬ ಗಂಟೆಗೆ ಇಡೀ ಜಾವು ಮೊಬೈಲ್ ಇಕ್ಕಡೆ ಒಲಿಂಬ ಗಂಟೆಗೆ ವರಂಗೆಂಗಳು ಪಿನ್ನೆ ಎನಿಕ್ಕಿಲ್ಲ ಜಾವು ಒಲಿಂಬ ಗಂಟೆಗೆ ಅವನಿಗೆ ಹೊರಕ್ಕಿಲ್ಲ ಜಾವು ಹೊರಕ್ಕಿಲ್ಲ. ಉಚ್ಚಗೆ ಚೋರು ಇಲ್ಲ, ನಿಸ್ಕಾರ ಇಲ್ಲ, ಅಸರ ಕಲಿ ಇಲ್ಲ, ಅಸರ ನಿಸ್ಕಾರ ಇಲ್ಲ, ಮಗ್ರಿಬ್ರ ನಿಸ್ಕಾರ ಇಲ್ಲ. ಪಿನ್ನೆ ಅವನು ಎನಿಕ್ಕಿಲ್ಲ ಜಾವು ಒಲಿಂಬ ಗಂಟೆಗೆ. ನನ್ನ ಮುಟ್ಟ ಕೂಟಿಯ ಬಂತು ಉಮ್ಮಗ ಟೆನ್ಷನ್. ಅಲ್ಹಮ್ದುಲಿಲ್ಲ ಸರಿಯಾಕಿ ಕೊಡ್ತೆ. 3 ಟ್ಯಾಬ್ಲೆಟ್ ಡಾಕ್ಟರ್ ಎಲ್ದಿತ್ತು. ಮುಂಜಾನೆ ಫೋನ್ ಹಾಕಿ ನಾನು ಎಂದಾ ಕಡೆ ಮೋನುಂಟು ಮೋನು ವರಂಗಿದ ಎತ್ತರ ಗಂಟೆ 8:45 ಫೋನ್ ಹಾಕಿ ಇಂಡೆಂದ ಬೇಗ ವರಂಗಿಮ ಅಲ್ಲ ಸುಬೇ ಒಲಿಂಬ ಗಂಟೆಗೆ ವರಂಗಿಯವನು ಏನು ಎಂಚಿಟ್ಲೆ ಅಂತ ಉಮ್ಮ ಚಂತು. ಸುಬೈ ಒಲಿಂಬ ಗಂಟೆಗೆ ವರಂಗಿಯ ಮೋನು ಜಾವು 8:45 ಏನು ಎಂಚಿಟ್ಲೆ. ഇങ്ങനത്തെ പരിസ്ഥിതി ഉള്ള ഉമ്മക്ക് ഉറക്കം വേണ്ടില്ല. ഉമ്മക്ക് മാനസികമായിട്ട് ഡിപ്രഷനൊക്കെ പോയിട്ട് ഉമ്മ മൂണ്ട നോക്കിയിട്ട് അങ്ങനത്തെ കിടാവിടെ കൗൺസിലിംഗ് ആക്കിയിട്ട് സൈക്യാട്രിസ്റ്റിനെ മുട്ട കൂട്ടി പോയിട്ട് 3 ಟ್ಯಾಬ್ಲೆಟ್ ಕೊಡ್ತಿಟ್ಟು ಸಮ ಹಾಕೊಂಡು ಟ್ರೈ ಹಾಕಿತ್ತು. ಅಲ್ಹಮ್ದುಲಿಲ್ಲ ಮುಂಜಾನೆ ನಾನು ಫೋನ್ ಹಾಕಿ ಚೊಂತು ಅಬ್ಬ ಇಪ್ಪ ಅವನು ಜಾವು 1 ಗಂಟೆಗೆ ವರಂಗಡ. ಅಲ್ಹಮ್ದುಲಿಲ್ಲ ಸುಬೈ ನಿಸ್ಕರಿಕೋ ಎನಿಕಡ ಪಲ್ಲಿಗೆ ಜಮಾತ್ಗೆ ಬಂಡ ಅಯ್ಯಲು ಬಾಣ್ಯತ್ಗೆ പോകുമ്പോൾ ಪೆರವುಲು ಹಬ್ಬದೊಟ್ಟಿಗೆ ಬಾಣ್ಯತ್ಗೆ ಪೋಂಡ. ಇನ್ಶಾಲ್ಲ ನೆಕ್ಸ್ಟ್ ಇಯರ್ ಕರೆಸ್ಪಾಂಡೆನ್ಸ್ SLC ಹಾಕಡ ಅವನು
ഇൻഷാ അല്ലാഹു ആ കിടാവ് നല്ല ആക്കട്ടെ. അപ്പോൾ മക്കളുടെ കയ്യിൽ ഒന്നാമത്തേത് മൊബൈൽ, ഒന്നാമത്തേത് മൊബൈൽ, രണ്ടാമത്തേത് ലവ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. മക്കളുടെ ചമ്മ ഔത്തിൽ പിർസാക്കോರು അങ്ങ് ആരാരെ പിർസാക്കിക്കൊണ്ട് പോവണ്ട. മക്കളത്തെ എല്ലാം നോക്കರು. കസിൻ 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 ചൊല്ലാറ്, ഫ്രണ്ട് ഫ്രണ്ട് ചൊല്ലാറ്, എല്ലാം ഫ്രണ്ട്, അവനും ഫ്രണ്ട് ഊനും ഫ്രണ്ട്, ആറ് കേട്ടെങ്കും കസിൻ. ഇപ്പോൾ ഒരു സുലാഭത്തുള്ള കുഞ്ഞപ്പടെ മോനും കസിന്, ദൂരത്തവനും കസിന്, ಎಲ್ಲ കസിന് 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 സമ്പ്രദായ വന്നത്. അള്ളാഹു അങ്ങനെ പെണ്ണുമക്കളെ മാനമക്കളെ കാത്തു രക്ഷിക്കട്ടെ. രണ്ടാമത്തേത് ലവ് ആയിട്ട് കിടും. ನಾನೊರು ಕೌನ್ಸಿಲರ್, അതുകൊണ്ട് ನಾನು ಇಂಕು ಚೊಲ್ಲ ನನ್ನೊಟ್ಟಿಗೆ ಎಲ್ಲ ವಿಷಯ ಬಂದು ಎಲ್ಲ ಬಂದು ನನ್ನೊಟ್ಟಿಗೆ ಚೊಲ್ಲರು, അതുകൊണ്ട് ಅಕ್ಕ ಗೊಂತುಂಡು. ಇದರೆಲ್ಲ ಜಾವುತೋಲ ಕೇಟಿಟ್ಟು ಹೊರಂಗಮ್ಮ ನಂಗೆ ಹೊರಕ ಬಿಡಿಕೊಂಡು 1 ಗಂಟೆ ಬೇನು ವಸ್ತಾಳು. ಇದೆಲ್ಲ ನೆಗೆಟಿವ್ ನನ್ನೊಟ್ಟಿಗೆ ಇಕ್ಕದಲ್ಲ. ಇದೆಲ್ಲ ಡಿಸ್ಚಾರ್ಜ್ ಹಾಕಿಟ್ಟು ನಾನು ಹೊರಂಗೋಣ. ಅಲ್ಲಾಹು ಆಫಿಯತ್ ತರ ದುವಾರ್ಕೊರು. ಮೂನಾಮത്തേದಾയിട്ട് ಇಕ್ಕರೆ ಮಕ್ಕಗೆ ಎಂದ್ರೆ ಬೆಟ್ಟಿಂಗ್. മുഞ്ഞാണ്ട് ഒരു വലിയൊരു ലീഡർ, ഒരു 7ാം ക്ലാസ്സിലെ മോന് സൂസൈഡ് ആക്കിയത്. എന്തിനേക്ക്? ബെറ്റിംഗ്. ചെറിയ മക്കൾക്ക് ബെറ്റിംഗ് ഉണ്ട്. 4ാമത്തേത് ഓൺലൈൻ ഗെയിംസ്. 5ാമത്തേത് ഡ്രഗ്സ്, ഗാಂಜ. നിങ്ങൾ ആത്തുറായത്തിಗೆ ಎತ್ತಿರ ನನಗೆ ಗೊತ್ತಿಲ್ಲ. ಅಲ್ಲಾಹು ಕಾತು ರಕ್ಷಿಕಟ್ಟೆ, ಅಲ್ಲಾಹು ಕಾತು ರಕ್ಷಿಕಟ್ಟೆ. അതുകൊണ്ടിട്ടു ನನ್ನ ಪಿಸತ್ತೆ ಎಲ್ಲ ಉಮ್ಮಮಾರು ಸಹೋದರಮ್ಮಾರು ನೋಡ್ಕೊರು. ನಪಡೆ ಇಡಾವೆಂದ್ರೆ ಚೊಂದ ಇಂತನಕ್ಕೆ IAS ಹಾಕೋಣ, ಮಕ್ಕತ್ತೆ ಇಮಾಮ್ ಅವನು ಉಳ್ಗೊತ್ತರು ತೀ ಇಂತಲ್ಲೇ ಇಪ್ಪ ನೋಕರು. ಉಸ್ತಾದ್ തീ കാണ്ട തീ പോയിത്ത്. IAS പോയിത്ത്, മക്കത്തെ ഇമാമും പോയിത്ത്, ആഫീസും പോയിത്ത്, ആലിമും പോയിത്ത്, പൈലറ്റും പോയിത്ത്, ആർമി പോയിത്ത്, നേവി പോയിത്ത്, കമ്മീഷണർ പോയിത്ത്, ജഡ്ജി പോയിത്ത്, ಲಾಯರ್ പോയിത്ത്, ഉസ്താദ് പോയിത്ത്, ഏതും ഇല്ല. ലാസ്റ്റ് എന്തും ഇല്ല. ಚಿಮ್ಮೆ ನೋಕರು. ಲೈಫ್ ಇಡೀ ಚಿಮ್ಮೆ ಇವನು ಚಿಮ್ಮೆ ഏത് ഡ്രീംസും ഇല്ല. അപ്പോൾ മക്കളുടെ കയ്യിൽ നിങ്ങൾ കൊടുക്കണ ഏത് ബുക്ക്, പെണ്ണ്, സ്ലേറ്റ്, നല്ല അദബ്, ഖുർആൻ, 5 വക്ത നിസ്കാരം, നല്ല അദബിന് നിങ്ങൾ കൊടുത്തെങ്കിൽ എന്തൊരാവിടൂ ഇൻഷാ അല്ലാഹ്. ഇതിലെ പ്രസിഡന്റ് വരും. അപ്പോൾ ഞങ്ങളുടെ അഫ്വാ കുടുംബത്തെ ഒരു മക്കളുടെ ഉൾഗത്തെ ലൈറ്റ് അതെന്താവോ തീര, പോളിയോ തീര, അത് നിരന്തരമായിട്ട് കത്തിയോണ്ടേക്കണം ഇൻഷാ അല്ലാഹ്. തെല്ല് വരും ഇപ്പറ വരും പോയ തെല്ല് തിരിത്തരും ವಾಪಸ್ ಬಂತಲ್ಲ ನೋಕೋರು. ಅಫ್ವಾತೆ ಅಧ್ಯಕ್ಷರು ತಂತೆ ನಂಗೆ ವಾಪಸ್ ಇನ್ಶಾ ಅಲ್ಲಾ. ഞങ്ങളുടെ മക്കളെ ഉൾഗത്തെ ഈ തീ ഉണ്ടല്ല സാധನೆ ಎಂದರೆ ಆ ಕಿಚ್ಚು, ಇಲ್ಲಿ ಹುಚ್ಚು ಇಲ್ಲಿ ಕಿಚ್ಚು, ಇದು ನಿರಂತರ ಇನ್ನೆಂಟು ಆ್ಯಂಗಲ್ ಈ ವೇದಿಕೆ ಮಿಯಾವಲ್ಲ. ನೆಂಗೆ ಇನ್ನೊರು 5 ವರ್ಷ പോകുമ്പോഴത്തേക്കും ഒരു വർഷമേ ഒരു 10 മക്ക ടാലന്റഡ് മക്ക ഞങ്ങളുടെ അതവിടെ രാജാരുണ്ട് നോക്കൂ. അവിടെ ഞങ്ങൾ സരളിഘട്ടയിലല്ലേ ആറത് പൊടിയാചാര്യ മോനല്ലേ, TH ഉസ്താദ് അലിയാക്കല്ലേ, അതിലെ മക്കളെല്ലാം ഡോക്ടർമാർ. മാഷാ അല്ലാഹ്. ആ മക്കളുടെ പഠിപ്പാട്ടനും അതിൽ എത്ര ഭംഗം വന്നിട്ട് ചൊന്നിട്ടു അയലുകും അല്ലാഹുക്കും മാത്രമേ കൊണ്ടു ഒരു അഭിനന്ദന ആക്കിയാണ്. ഗ്രേറ്റ് ഫാദർ. മാഷാ അല്ലാഹ്. ഇങ്ങനത്തെ ചമ്മ ഉദാഹരണ ഇക്കും. അള്ളാഹു ഞങ്ങളുടെ മക്കളുടെ സ്വാലിങ്ങളെ കൂട്ടത്ത് വലിയ ശക്തി ആവട്ടെ. വർഷം പോകുമ്പോഴത്തേക്ക് ഈ സ്റ്റേജ് വലിയായിട്ട് പോകണം. ഇവിടെ ദൈപ്പാട്ടിറങ്ങ സാധക്കന്മാരുടെ സംഖ്യ യാറായിട്ട് പോകണം. അല്ല സാവുൽ ഭായ് ഇൻഷാ അല്ലാഹ്. അത് കഴിഞ്ഞ മക്കൾക്ക് നല്ല അദബും നല്ല ഇൽമും കൊടുക്കರು. അങ്ങനെ ಒಟ್ಟಿಗೆ ನಿಕ್ಕರು, അങ്ങനെ ಪಿರ್ಸಾಕರು, അങ്ങനെ ಅಭಿನಂದನೆ ಹಾಕೋರು, അങ്ങനെ ಅಪ್ರಿಷಿಯೇಟ್ ಹಾಕೋರು, അങ്ങനെ ನೆಗೆಟಿವ್ಡೆ ಎವಿಡೆನ್ಸ್ ಚೊಲ್ಲಂಡ ಪಾಸಿಟಿವ್ಡೆ ಹೈಲೈಟ್ ಹಾಕೊಂಡು ಹೋರು ಇನ್ಶಾ ಅಲ್ಲಾ. ಅಫ್ವಾ ಕುಟುಂಬ ಏನರು 10 ವರ್ಷ പോകുമ്പോൾ ഞങ്ങളുടെ IAS ಬಂದು ಇನ್ಶಾ ಅಲ್ಲಾ ಚೊಲ್ಲೋ ಇನ್ಶಾ ಅಲ್ಲಾ ಚೊಲ್ಲೋ. 2030 ആകുമ്പോൾ ഞങ്ങളുടെ IAS ಬಂದು ഞങ്ങളുടെ കാസിമാക്കടെ മോನು ഇപ്പം പോലീസ് സബ് ഇൻസ്പെക്ടർക്ക് എക്സാമുക്ക് ട്രൈ ആക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്. അള്ളാഹു പൂർത്തിയാക്കട്ടെ. IAS ಬಂದು ഞങ്ങളുടെ കമ്മീഷണർ ಬಂದು ഞങ്ങളുടെ തഹസീൽദാർ ಬಂದು ഞങ്ങളുടെ പ്രൊഫസർ ಬಂದು ഈ അഫ്വാത്തിൽ PhD ആക്കിടാറ് വലിയ വലിയ ആലിം ಬಂದು മക്കത്തെ ആലിം പോലത്തെ ആലിമിങ്ങ ಬಂದಾರೆ. ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഈ അഫ്വാ നിങ്ങൾ വേരിക്കുവാ റഫീഖ് മാസ്റ്റർക്ക് ഞാൻ 40 ട്രസ്റ്റിക്ക് പോയവിടും 40 ಪಕ್ಕ ನಾನು പോയവിടെ ಅಫ್ವತ್ತೆ ಮುಂಡಾತ ಜಾಗ ಇಲ್ಲ. നിങ്ങൾ ನನ್ನ ಈ ವಿಡಿಯೋ ಕೇಳ್ಕೋ, ನಾನು ಒಕ್ಕಾಲ್ ನಿನಗೆ ಕೇಳ್ಕೋ. ಅಫ್ವತ್ತೆ ವಿಷಯത്തിൽ ನಾನು ಮುಂಡಾತ ಜಾಗ ಇಲ್ಲ. ಅಲ್ಹಮ್ದುಲಿല്ലാ. ഞങ്ങളുടെ ഇതിലെ ഒരു വലിയ മെമ്പർ, ഞങ്ങളുടെ ഇതൊരു വലിയൊരു ആധാര സ്തംഭ ഞങ്ങളുടെ അസ്കാഫ് ഭായ്, അള്ളാഹു ബർക്കത്താക്കട്ടെ. ഞാൻ ജുബൈലിക്ക് പോയ
അതിലക ആ അകത്തിലുള്ള അതിലക ഉള്ള ജാഗ്യമേ മാഷാ അല്ലാ അത് അവർക്ക് കണ്ണുകൊണ്ട് നോക്കണം. ഇൻഷാല്ല മക്കത്തേക്ക് പോയെങ്കിൽ അവർക്ക് ജുബൈലേക്ക് വിസിറ്റ് ആക്കണം. ഇൻഷാല്ല അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിലക ആ അകത്തെ ചുറ്റുമുത്ത ആ പരിസര അവിടെ മുട്ടമേ കടൽ ഉപ ಅದರ ಆ ഒരു സീനറി മനുഷ്യരെ ഞങ്ങളുടെ മനസ്സിൽ മറക്കൊണുകാവാത്ത ആ ഒരു സെറ്റപ്പ് ആയില്ലത് മാഷാ അല്ലാ. അള്ളാഹു ബർക്കത്താക്കട്ടെ. അങ്ങനെ അത് കൊടുക്കുടെ കൈ അള്ളാഹു ആ കൊടുക്കുടെ കൈക്ക് അള്ളാഹു ശക്തിപ്പെടുത്തട്ടെ. എൻ്റെ ലാസ്റ്റ് ഇയർ ജുബൈലിക്ക് വെളിപ്പാട്ടിയുടെ എല്ലാ ഞങ്ങളുടെ അസ്കാബ് ഭായി ആയിട്ട് ഇവിടെ അയാൾ ഹിദായത്തെ പ്രസിഡൻ്റായപ്പോൾ ആക്കിയത് അൽഹംദുലില്ലാ. അതുകൊണ്ടിട്ട് ഇൻഷാ അല്ലാ എൻ്റെ പലക്കത്തെ ഞാൻ നിപ്പാട്ടെ. ആറ് കാര്യങ്ങളും ഞങ്ങളുടെ ഒട്ടിಗೆ ವೈಯಕ್ತಿಕമായിട്ട് ಬೇಜಾರಿಂದೆಂಗಲು ಮಾಫಾಕರು. ನಾನು ಆರು ಬೇನೆಂಗಲು ನಕ್ಕ ಆರೊಟ್ಟಿಗೆ ನಕ್ಕ ಬೇಜಾರೇ ಇಲ್ಲ, ನಕ್ಕ ಬೇಜಾರು ಚೊಲ್ಲೋದಿಲ್ಲ ಇಲ್ಲ. ನಾನು ಆರು ಬೇನೆಂಗಳು ಎಂದು ಬೇನೆಂಗಳು ಅರಗಿ ಬಿಡಿಕೋಣ ಮುತ್ತನ ಕಾಲು ಬಿಡಿಕೋಣ ನಾನು ರೆಡಿ ಇಲ್ಲ. ನಂಗೆ ಹಂಗಂತ ಬೇಜಾರು ಹಂಗಂತ ನನಗೆ ಈಗೋ ಪ್ರಾಬ್ಲಮ್ ಇಲ್ಲ ಇಲ್ಲ. ನಕ್ಕೆ ಇನ್ನೊಂಗೊಂತು ನನ್ನ ಹಬ್ಬ മാങ്ങ കുഞ്ഞു ഇന്നയാൾ ബിസിനസ് മാന് ബട്ട് മാങ്ങ കുഞ്ഞു ഇന്നയാൾ അത് ഇണ്ടും ഉണ്ട്. ನನ್ನ ചെറിയ മോന് വന്നിട്ട് ಕೆಮ್ಮಾರ್ತೆ പിടിച്ചിട്ട് ആത്തൂർത്തുള്ള ನಾನು ನಡಪಾಯ್ತಿದ್ದೆ ನನ್ನ ಜನ ಮಕ್ಕಳೇ ಎಂದಿಗೂ ಒರ್ಕ ನಡಕೋರು ಉಂಟು. നടന്നിട്ട് അമ്മ നിങ്ങ ഗൊന്തോട് എത്ര ദൂരം ഉണ്ട്. ഇങ്ങനെ എൻ്റെ അബ്ബ 1,000 മാങ്ങ ഗാണ്ടിക നിറച്ചിട്ട് ഗാണ്ടിക നിറോടി നിറച്ചിട്ട് 10 ഓട്ടം നടന്നു നോക്കുമ്പോൾ എൻ്റെ അബ്ബ നടന്ന് എത്ര മൈലായിട്ടേക്കും എത്ര ദൂരമായിട്ടേക്കും എത്ര സ്റ്റെപ്പായിട്ടേക്കും ഉണ്ടു എൻ്റെ മക്കൾക്ക് ನಾನು ಪ್ರಾಕ್ಟಿಕಲ್ കാട്ടിക്കൊടുത്തത്. ನಂಗೆ അങ്ങനെ എന്തും ഇല്ല. ഞങ്ങൾ ഇബ്ബാജർ ഔത്തരെ ആ കൊട്ടികൾ ഞങ്ങൾ ജീവിച്ചങ്ങ ഞങ്ങൾക്ക് ನೆನಪುಂಡು. മാഷാ അല്ലാഹു ഇബ്ബാജർക്ക് ബർക്കത്താക്കട്ടെ. അതുകൊണ്ടിട്ടു ഞങ്ങൾക്കത് എല്ലാം ഓർമ്മ ഉണ്ട്. ನಾನು ಇಂಡೆಗೂ മൈക്കാലത്തിൽ ചെറിയ ഒരു ഔത്തിൽ ನಾನು ಜೀವನಾಕಿ ಉಂಟಿಲ್ಲ. ನನಗೆ എൻ്റെ എന്ത് പൊസിഷനിಗೆ പോണെങ്കിലും എത്ര വലിയ ലെവലിಗೆ പോണെങ്കിലും ഞങ്ങൾക്ക് അത്ര കോൺടാക്ട് ഉണ്ട്. ഇത് ഉണ്ട് അൽഹംദുലില്ലാ. 1,000 മക്കൾക്ക് എൻ്റെ ഔത്തിൽ കൗൺസിലിംഗ് ആക്കി 50 ലാഖ് രൂപ ആയിട്ട് ഒരു ഉറുപ്പ ನಾನು എടുത്തിട്ടില്ല. ഒരു ഉറുപ്പ എൻ്റെ കൈ കൊണ്ട് ನಾನು എടുത്തിട്ടില്ല. അതെല്ലാം എൻ്റെ ഉമ്മ അബ്ബക്ക് ನಾನು ഹദിയാക്കിದೆ. ಬಂದಂಗೆ ചോറും ചായവും ആതിഥ്യവും ഗിഫ്റ്റും സന്മാനവും കൊടുത്തിട്ട് അൽഹംദുലില്ലാ ಎಲ್ಲ ಅಲ್ಲಾಹರೊಟ್ಟಿಗೆ ಅಗ್ರಿಮೆಂಟ್ ಹಾಕಿ ಪಡಚವನೇ ಅಲ್ಲಾಹುವೇ ನನ್ನ ಉಮ್ಮ ಅಬ್ಬಡೆ ಕಬರ್ಗೆ ನೀ ಎತ್ತಿಕ್ಕನೆ ಅಲ್ಲಾ. എൻ്റെ ഷാവ് മുസ്ലിയാരെ പെഞ്ഞയ്യ എൻ്റെ രണ്ടാമത്തെ ഉമ്മ ഞങ്ങൾ പൈച്ചപ്പ ചോറ് തന്നേമ ನಾನು ಎತ್ರಮ ಕ್ಲಾಸ್ ನಾನು ಹದಿಯಾಕಿದೆ. ನನ್ನ ಔತ್ತಲ್ಲಿ ನಾನು ಎಪ್ಪಂ ದುವಾರ ಕಡೆ ನನ್ನ ಉಮ್ಮ ಬಗ್ಗೆ ಮಾತ್ರ ಅಲ್ಲಾಹು ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഓരോരോ മറിച്ച് ഞങ്ങളുടെ കബർ നീ സ്വർഗത്തോപ്പാക്കണേ അല്ല. ഇവിടെ മറിച്ച് ആ കബറിൻ്റെ സ്ഥാനത്തേക്ക് പോയിട്ട് എൻ്റെ ഉമ്മയുടെ കബർ ഒരു പക്കമുണ്ട്, അബ്ബയുടെ കബർ ഒരു പക്കമുണ്ട്. രണ്ട് പക്കം പോയിട്ട് ನಾನು ದುವಾರಕ್ಕಮ್ಮ എൻ്റെ ഉമ്മ ಬಗ್ಗೆ ಮಾತ್ರ ನಾನು ದುವಾರಕ್ಕಲ್ಲ. ഇവിടെ ഉള്ള ಪ್ರತಿ ഒരു കബറാലികളെ ചിലപ്പോൾ അങ്ങനെ മക്ക വന്നിട്ടിക്കലെ ആസ്തി ബെനത്തറാക്കിട്ടിക്കുവാറ് അങ്ങനെ മക്ക വന്നിട്ടിക്കലെ നന്നോട് ദ്വാരക്കಡೆ അല്ലാഹു ഇവിടെ ഉള്ള ഓരോരോ കബറാലിങ്ങളെ കബുറനി സ്വർഗത്തോഫാക്കണേ അല്ല. അതുകൊണ്ട് കുടുംബത്തിൽ പിർസത്തിൽ ബേക്കോ റഫീഖ് മാസ്റ്റർക്ക് ഉമ്മയുടെ അബ്ബയുടെ ആസ്തി എന്നും കിട്ടിയിട്ടില്ല. എനിക്ക് ನಾನು ഒരു അകൃത്ത ഗഡി ನಾನು എടുത്തിട്ടിക്കലെ നക്കത് വേണ്ട. ബട്ട് ഉമ്മകൻ അബ്ബകനൊക്കെ എത്ര മരിച്ച ഉമ്മ അബ്ബ അങ്ങ് കബറിൽ സന്തോഷത്തിരിക്കുന്നു. അങ്ങക്ക് സ്വർഗ്ഗം കിട്ടുമെന്ന് ചൊല്ല കാരണത്തിൽ ഈ പണിയാക്കിയിട്ടുള്ള അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു ശക്തി തരട്ടെ. അള്ളാഹു ബർക്കത്ത് തരട്ടെ. അള്ളാഹു ഞങ്ങൾക്ക് ആഫിയത്ത് തരട്ടെ. അള്ളാഹു ഞങ്ങൾക്ക് സലാമത്തിലാക്കട്ടെ. അള്ളാഹു ഞങ്ങൾക്ക് ആയുസ് തരട്ടെ. അള്ളാഹു ഈ അഫ കുടുംബത്തിൽ ഐക്യത്തിനെ നീ നിലനിർത്തണേ അല്ല. പരസ്പരം ആർക്ക് എന്ത് ബേജാറിന്നെങ്കിലും അറുകി പിടിച്ചിട്ട് ഇതാക്കിയിട്ട് പോറും. ഇമോഷനക്ക് എത്ര പവർ ഉണ്ട് ചെന്നെങ്കിൽ ഖാദർ ഭായി കുഞ്ഞാണ്ട് ഇതായിത്തല്ലേ ഇവിടെ ഇടീ റായ ഒന്നൈത്തല്ലേ ഇവിടെ മല വന്നിട്ട് റായല്ല വയനാട് നിങ്ങളൊട്ടിಗೆ കേട്ടെന്നാണ് വയനാട് ചൊല്ല റായത്തില് ഇടീ ജാവു മല വന്നിട്ട് ഇടി വലിയ വലിയ ಗುಡ್ಡೆಲ್ಲ ತಣ್ಣೀಲು ಕೊಚ್ಚಿ ಹೋಯ್ತು ಎಲ್ಲ ತಣ್ಣೀಲು ಹೋಯ್ತು. വലിയ വലിയ ಕಲ್ಲು ನೋಕೋರು മറിച്ച മയ്യത്ര തല ഒരുപക്ക കാല് ഒരുപക്ക കൈ ഒരുപക്ക കിട്ടി പോಯ್ತು. അങ്ങനത്തെ സന്ദർഭത്തിൽ 4 ഗಂಟೆಗೆ ಹೆಂಚ ಉಮ್ಮ ಮೇಲೆ ತಣ್ಣಿ ಬಂದುಂಟುಂಡು ಕೀಳು പോണു സാധ്യ ಇಲ್ಲ. മേല് ഓടിത്തു പോയി എവിടേക്ക് ഒരു കാട് എത്തിയ കാട് മക്കളെ കൂട്ടിയാണ് പോകുമ്പോ കാടിൽ പോയിട്ട് നോക്കുമ്പോൾ ഒരു ആന എങ്ങനെ നിன்று അവിടുത്തെ പച്ചാവാണെങ്കിൽ ഇപ്പറ വന്നിട്ട് ഇപ്പറ നോക്കുമ്പോ ആനയുടെ എതിരിൽ കൈ മുകിഞ്ഞ് ഉമ്മ ചൊല്ലു ആനേ നന്റെ പരിസ്ഥിതി ഇങ്ങനെ ರಾಯಡಿ മുങ്ങിപ്പോയിട്ട് ഞങ്ങൾക്ക് എന്തും ഇല്ല, ഞങ്ങൾ ഇപ്പോൾ നിരാശ്രിതರು, ഞങ്ങൾ കഷ്ടത്തിലുള്ള ഞങ്ങൾ ആപത്തിലുള്ള ഞങ്ങൾക്ക് എന്ത് ತೊಂದರೆ ಹಾಕೋ ತೀರಾ ചൊല്ലുമ്പോഴത്തേക്ക് ഉമ്മയുടെ കണ്ണിൽ തണ്ണി വന്ന പോലെ ആനയുടെ കണ്ണിൽ തണ്ണി വന്നു. ആനയ്ക്ക് മലയാളം വേണ്ട, ആനയ്ക്ക് ഇംഗ്ലീഷ് വേണ്ട, ആനയ്ക്ക് ഭാഷ വേണ്ട, ആനയ്ക്ക് ഗൊಂತಾಯ್ತು ಹೃದಯದ ಭಾಷೆ ಮಾತ್ರ, ಹೃದಯದ ಭಾಷೆ ಅರ್ಥ ಇತ್ತು. ಆನೆ ಸುಬೈತೋಲ ಆ ಉಮ್ಮಗು ಮಕ್ಕಗೂ ತನ್ನ ಕಾಲ ನಡುಲು ಎಂದಾಕಿತ್ತು ದೈಕೊನಗು ಜಾಗ ಆಶ್ರಯ ನಿಕ್ಕೊನಗು ಆಶ್ರಯ ಕೊಡ್ತಿಟ್ಟು
ಇಡೀ ಲೋಕತ್ತಿಗೂ ഒരു ಸಂದೇಶ ಕೊಡ್ತಿತ್ತು പലക്കത്തുക്ക് മാത്രം പവറില്ല ഹൃദയത്തുക്കും പവറുണ്ട് ഹൃദയത്തിലും ഫീലിംഗ് ഉണ്ട് അതുകൊണ്ട് അതായിട്ട് ഒരു ബ്ലൂടൂത്ത് എൻ്റെ ഹൃദയത്തെ ഓപ്പൺ ആക്കടെ നിങ്ങളുടെ ഹൃദയത്തെ ഓപ്പൺ ആക്കടെ രണ്ട് ഹൃദയത്തെ ബ്ലൂടൂത്ത് പോലെ ഓപ്പൺ ആക്കിയിട്ട് കണക്ട് ആക്കിയിട്ട് ഷെയർ ആക്കിയിട്ട് പരസ്പര ഫർഗിവ് ആൻഡ് ಫರ್ಗೆಟ್ ಫರ್ಗಿವ್ ಅಂದ್ರೆ ಮಾಫ್ ಆಕಡೆ ಫರ್ಗೆಟ್ ಅಂದ್ರೆ ಮರಕಡೆ ಇದು ಜಂಡ್ ನಂಗೆ ಹಾಕ್ಯಂಟೆಂಗಿಲ್ ಇನ್ಶಾ ಅಲ್ಲಾಹ್ ಅಫ್ವಾ ಫ್ಯಾಮಿಲಿ the best one Rafiq master എവിടെ എക്സാമ്പിൾ ചൊല്ലെ ഫസ്റ്റ് ചൊല്ലെ ഒരു ഫാമിലി ആയിട്ട് ഇത് അഫ്വാ നിങ്ങൾ യൂട്യൂബിൽ നിങ്ങൾ നോക്കൂ അള്ളാഹു ഇതിനെ നിലനിർത്തട്ടെ അള്ളാഹു ഈ കുടുംബത്തിന് ശക്തി കൊടുക്കട്ടെ വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും